എല്ലാവർക്കും നമസ്കാരം. EDUവിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച 2ാം ദിവസത്തെ പ്രോഗ്രാം ഒരു സെഷൻ കഴിഞ്ഞു. ഒന്നല്ല 2 സെഷൻ. സുധീർ തുടക്കമിട്ടു, ബെന്യാമിൻ അതിനുശേഷം വന്നു. പിന്നീട് മുഹമ്മദ് അബ്ബാസ് അദ്ദേഹത്തിൻ്റെ ജീവിതകഥ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് നിമ്ന വന്നപ്പോൾ മുഹമ്മദ് അബ്ബാസിൻ്റെ കുറച്ച് നിന്നുപോയോ എന്ന് എനിക്കറിയില്ല. ഞാൻ നിമ്നയുടെ കൂടെ അകത്ത് പോയതുകൊണ്ട് കേട്ടിട്ടില്ല. എല്ലാവർക്കും വേണ്ടി നിമ്ന വിജയനെ എല്ലാവരും നിങ്ങളുടെ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിലും EDUവിൻ്റെ പേരിലും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നിമ്ന വിജയനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് യുവജനങ്ങൾക്കിടയിൽ നിമ്ന വിജയൻ, അഖിൽ പി ധർമ്മജൻ, മുഹമ്മദ് അബ്ബാസ് ഇതൊക്കെ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഞാൻ അങ്ങനെ ചോദിക്കുന്നത് തന്നെ ഒരു മഹാ അപരാധമായി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും കൂടുതൽ ആളുകൾ ഇവരുടെ പുസ്തകങ്ങൾ വായിക്കുന്നു. ഓരോ പുസ്തകം അച്ചടിച്ചിറങ്ങുമ്പോഴും അത് 50,000 10,000 എന്താ ലക്ഷം എന്നൊക്കെ പറഞ്ഞ് ഇനി കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല അബ്ബാസ് പറഞ്ഞതുകൊണ്ട്. പക്ഷേ ലക്ഷങ്ങളൊക്കെ വിൽക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ വായനക്കാരില്ലാതെ എന്തായാലും അത് വിറ്റുപോകില്ല. അപ്പോൾ ഇന്നലത്തെ ഒരു സെഷനിൽ നിന്ന് തികച്ചും ഒരു സെഷനാണ് ഇന്ന് നമുക്കുണ്ടായിരുന്നത്. കാരണം ഇന്നലെ പഴയ തലമുറകളായ മാധവേട്ടൻ, മുകുന്ദേട്ടൻ അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇന്ന് യുവരക്തത്തിൻ്റെ ദിവസമാണ്. എന്ത് ആയാലും പുസ്തകങ്ങളുടെ വിൽപ്പന മുറയ്ക്ക് നടക്കുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരനും പുസ്തക വിൽപ്പനക്കാരൻ്റെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അത് ഇത്തരം ചെറുപ്പക്കാരുകൾ എഴുതി വരുമ്പോൾ അതിന് കിട്ടുന്ന വായനക്കാരിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, ആവേശം അവരെ കൂടുതൽ പ്രതിബദ്ധരാക്കും, വീണ്ടും വീണ്ടും എഴുതാൻ പ്രേരിപ്പിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഞാൻ നിമ്നോട് ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്. കാരണം ടോപ്പിക് വന്നത് ഞാൻ വന്ന വഴി എന്നാണ്. നിമ്ന ജേർണലിസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടൊക്കെയാണ് എഴുത്തിൻ്റെ ഇതിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് ആ വഴിയിൽ തന്നെ തുടക്കം എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, പിന്നെ എങ്ങനെയാണ് എഴുത്തുമായി ബന്ധപ്പെട്ട് വന്നതെന്നുള്ള കാര്യങ്ങൾ നിമ്ന പറയുന്നത് നന്നായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ ഇങ്ങനൊരു പ്രോഗ്രാമിലോട്ട് ഇൻവൈറ്റ് ചെയ്തതിന് ഇവിടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി പറയാണ്. നമ്മൾ എന്ത് പറയുന്നത് എന്നതിനേക്കാളേറെ എവിടെ പറയുന്നു എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ നിൽക്കുന്ന ഈ സ്പേസ്, അല്ലെങ്കിൽ ഈ ഒരു മലപ്പുറം എന്ന് പറഞ്ഞ ഒരു ജില്ല ഞാൻ എങ്ങനെയാണ് ഓർത്തിരിക്കുന്നതെന്ന് പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ എനിക്കൊരു നഷ്ടപ്രണയം ഉണ്ടായിരുന്നു. പ്രണയം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കൂടുതലായി പോവും. ഇപ്പം അതിനെ സിറ്റുവേഷൻഷിപ്പ് എന്ന് വിളിക്കാം. പ്രണയമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് പേരും പറയാൻ പറ്റില്ല. ചെറിയൊരു സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ ഒരു പ്രണയം എനിക്ക് നാട്ടിലുണ്ടായിരുന്നു. അപ്പം നന്നായിട്ട് ഇപ്പം നമ്മൾ തേപ്പ് എന്നൊക്കെ പറയുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. അതുകൊണ്ട് നന്നായിട്ട് ഉപേക്ഷിച്ച് പോകാൻ നേരം അയാൾ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആ സമയത്ത് ഞാൻ എൻ്റെ ഫസ്റ്റ് ബുക്ക് പോലും എഴുതിയിട്ടില്ല. എഴുതാമെന്ന് ആഗ്രഹമൊക്കെ ഉള്ള ഒരു കുട്ടി മാത്രമായിരുന്നു. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, കാലത്തിൻ്റെ പഞ്ചാംഗത്തിൽ നമുക്കെല്ലാം ആയുസ് കുറയുകയാണല്ലോ, നല്ല കയ്യക്ഷരം കാണുവാനെങ്കിലും വല്ലപ്പോഴും എനിക്ക് എഴുതുക നീന്ന്. ഞാൻ പിന്നെ എഴുതിയിട്ടേ ഇല്ല കേട്ടോ. ഞാൻ പിന്നെ ആ മനുഷ്യന് തീരെ എഴുതിയിട്ടില്ല. പക്ഷേ അത് പറഞ്ഞു പോകുന്നതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാ രീതിയിലും ഇപ്പോഴൊക്കെ എന്നെയൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനതങ്ങ് കട്ട് ചെയ്ത് കളയും. പിന്നെ ആ പേഴ്സണ് നമ്മളിങ്ങനെ ലൈഫിൽ കൊണ്ടു നടക്കുന്ന കുറച്ച് ഡേഞ്ചറാണ്. അപ്പം ഞാൻ ആളെ എല്ലാത്തിനും ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എഴുത്ത് എപ്പോഴും എഴുത്തുകാരിൽ നിന്ന് സ്വതന്ത്രമാണ്, അത് വായനക്കാരനുള്ളതാണ്. അപ്പം നീ എന്തെങ്കിലും വലിയൊരു എഴുത്തുകാരിയാകുമ്പോൾ ഞാൻ നിരന്തരം കയറി ഇറങ്ങുന്ന പുസ്തകശാലയിലിരുന്ന് നിന്റെ പുസ്തകങ്ങൾ, നിന്റെ എഴുത്തുകൾ എന്നോട് സല്ലപിക്കട്ടെ എന്നൊക്കെ സാഹിത്യപരമായിട്ട് പറഞ്ഞു നന്നായിട്ട് ഉപേക്ഷിച്ചു പോയി. അപ്പം ആ സമയത്ത് എൻ്റെ കയ്യിലൊരു പുസ്തകമില്ല, ഞാനൊരു പുസ്തകം എഴുതിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എത്ര നൈസായിട്ടാണ് അങ്ങ് ഇട്ടേച്ച് പോകുന്നത്. അപ്പോൾ അതിന് പിന്നിൽ ഇപ്പം എല്ലാവരും പറഞ്ഞു നമുക്ക് റിവെഞ്ച് എടുക്കണം, നമുക്ക് ഇങ്ങനെ ചെയ്യണം, നമുക്ക് അവരോട് ഇങ്ങനെ ചെയ്യണം. പക്ഷെ എനിക്ക് അതിന് പിറകെ പോകാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് പറ്റിയിട്ടുള്ള എൻ്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ ഞാൻ പുസ്തകങ്ങളാക്കി, അക്ഷരങ്ങളാക്കി കൂട്ടിവെച്ചു. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് വെറുതെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിൻ്റെ പുസ്തകങ്ങൾ പുസ്തകശാലകളിൽ നിന്ന് എന്നോട് സല്ലപിക്കട്ടെ എന്ന്.
അപ്പം എൻ്റെ പുസ്തകം ഒരു പുസ്തകശാലയിലും എടുക്കാതിരുന്ന് ഞാൻ ഈ പപ്പടം വിൽക്കുന്ന പോലെ ഈ ബുക്കും കൊണ്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഇനി അറമ്പറ്റി വല്ലതും പറഞ്ഞതാണോ, ഒരു സ്ഥലത്തും എടുക്കുന്നില്ലല്ലോ എന്ന് വരെ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് 2-3 വർഷങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആളൊരു വലിയ റീഡറാണ്. അപ്പം നമ്മളെപ്പോഴും പറയല്ലോ, നമ്മളൊരാളോടുള്ള റിവെഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ പിറകെ പോകുന്നതിനേക്കാളും നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നാണ്. അപ്പം ഇന്ന് അവൻ അറിയാതെ പോലും ഏതെങ്കിലും ഒരു പുസ്തകശാലയിൽ കയറി വെച്ച് അവിടെ മുൻനിരയിൽ എൻ്റെ പുസ്തകം ചിരിച്ചിരിപ്പുണ്ട് എന്നതാണ് ആ പേഴ്സണ് ഞാൻ ലൈഫ് കൊടുത്ത ഏറ്റവും വലിയ റിവെഞ്ച് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എഴുത്തിലോട്ട് വന്ന വഴി ഞാൻ പറയും, ഗതികേട് കൊണ്ട് എഴുത്തുകാരിയായിട്ടുള്ള ഒരാളാണ് ഞാൻ. എഴുതാൻ ഇഷ്ടമായിരുന്നു പണ്ടേ. ഞാൻ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമുള്ളൊരു കുട്ടിയായിരുന്നു. പക്ഷെ വീട്ടിൽ എന്നെ അങ്ങനെ കേൾക്കാനുള്ള ആളുണ്ടായില്ല. പണ്ടൊക്കെ ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇന്ന് ഈ കുട്ടിയുടെ അമ്മേനെ മതിയായിരുന്നു, എനിക്ക് ഈ കുട്ടിയുടെ അച്ഛനെ മതിയായിരുന്നു. കാരണം അവരൊക്കെ കുട്ടികളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന പാരൻസ് ആയിരുന്നു. പക്ഷെ എൻ്റെ അമ്മ എപ്പോഴും തിരക്കുകളിലായിരിക്കും. അപ്പം ഇന്ന് എനിക്കത് മനസ്സിലാവുന്നുണ്ട്, ജീവിതം രണ്ടുപാടും കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിൽ ഈ നല്ല പാരൻറ്റിങ് ആവുക, ഗുഡ് പാരൻറ്റിങ് എന്നുള്ള കാര്യങ്ങളൊന്നും എൻ്റെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പം എനിക്ക് സംസാരിക്കാൻ ആരും ഇല്ലാതായപ്പോഴാണ് എൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി തുടങ്ങിയത്. അപ്പം ചെറുപ്പത്തിലെ ഡയറി എഴുതുന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. ആ എഴുത്താണ് എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള പുസ്തകം എഴുതുന്ന സമയത്തും അവിടെ ഒരു ഡയറിയുടെ അംശമുണ്ട്. അപ്പം അന്ന് കൂടിയിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ അച്ഛനൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അപ്പം അച്ഛൻ്റെ ആഗ്രഹങ്ങളൊക്കെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. അപ്പം അച്ഛൻ്റെ കുറേ പേപ്പറിൽ വന്ന ഫോട്ടോസ് ഞാൻ കാണാറുണ്ടായിരുന്നു, പല സ്ഥലങ്ങളിലും പോയിട്ട് ഫുട്ബോളൊക്കെ കളിച്ച്. അപ്പം എനിക്കും ഇതുപോലെ എൻ്റെ ഫോട്ടോയും പേപ്പറിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അതിന് മാത്രമുള്ള കഴിവൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ പാടില്ലായിരുന്നു, നന്നായിട്ട് പഠിക്കില്ലായിരുന്നു, ഡാൻസ് ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ നടന്നിട്ടില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒരു കഴിവുകളും ഇല്ലാത്തൊരു ആവറേജ് കുട്ടി എങ്ങനെ ഈ പേപ്പറിൽ ഫോട്ടോ വരുന്നു പറഞ്ഞ് തപ്പി നടന്നപ്പോഴാണ് 4ാം ക്ലാസ്സിൽ പ്രേമൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അധ്യാപകൻ കുട്ടികൾ എഴുതുന്ന കവിതകൾ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാക്കുന്നു. ആ പുസ്തകം പിടിച്ചു നിൽക്കുന്ന കുട്ടികളുടെ ഫോട്ടോ പേപ്പറിൽ വരും എന്നുള്ളൊരു സംഭവം ഞാൻ കാണുന്നത്. അങ്ങനെ 5ാം ക്ലാസ്സിൽ എത്തണം ആ പുസ്തകം പ്രസിദ്ധീകരിക്കണമെങ്കിൽ. അപ്പം ഞാൻ 4ാം ക്ലാസ്സിലെ വെക്കേഷനിൽ ഇരുന്ന് കുറേ കവിതകൾ എഴുതി. ഈ പൂച്ചാപ്പെട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, അങ്ങനെ ഇതൊക്കെ എഴുതി എൻ്റെ ന്യൂസ് പ്രിൻ്റ് കൊണ്ട് അലങ്കരിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് പുസ്തകത്തിൽ എൻ്റെ കവിതകളൊക്കെ വെച്ചിട്ട് ജൂണിലൊരു മഴയത്ത് ഞാനിത് സാറിനെ കാണിച്ചിട്ട് എങ്ങനെയെങ്കിലും ആ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം നേടി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് അതിലുപരി പേപ്പറിൽ ഫോട്ടോ വരണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ 4ാം ക്ലാസ്സിൽ കയറി ചെന്ന്, നിർഭാഗ്യം എന്ന് പറയട്ടെ, എനിക്ക് എപ്പോഴും ലൈഫിൽ ഈ ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അന്ന് ആൾ ട്രാൻസ്ഫർ ആയിപ്പോയി. അങ്ങനെ പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്നുള്ള ആഗ്രഹം അതോടെ പെട്ടിപ്പൂട്ടി വെക്കേണ്ടി വന്നു. അതിങ്ങനെ ചെറിയൊരു ആഗ്രഹമായിട്ട് മനസ്സ് കുറേ കാലം കൊണ്ട് നടന്നു. ഇപ്പം എല്ലാവരും പറയും നിങ്ങൾ സ്വപ്നങ്ങൾക്ക് പിറകെ പോകണം, സ്വപ്നങ്ങളാണ് വലുതെന്നൊക്കെ. അപ്പം ഞാൻ സാധാരണ കേരളത്തിലൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ്. എൻ്റെ അച്ഛനൊരു പെയിൻറ്ററാണ്. അപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും പഠിക്കുക, കുറച്ച് പൈസ ഉണ്ടാക്കുക, നമ്മുടെ അച്ഛനും അമ്മയും നന്നായിട്ട് നോക്കുക, ഒരു വീട് വെക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും ഗോൾ. ഒരു എഴുത്തുകാരി ആവുക എന്നൊക്കെ പറയുന്നത് അതൊരു വേറൊരു കാര്യമായിരുന്നു. അതൊന്നും എൻ്റെ മൈൻഡിലുള്ള ഒരു കാര്യമായിരുന്നില്ല. അപ്പം എങ്ങനെയെങ്കിലും ജോലി വേണം എന്നുള്ളത് മാത്രമായിരുന്നു ആഗ്രഹം. ഡിഗ്രി കഴിഞ്ഞപ്പോൾ നേരെ എനിക്ക് PGക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുള്ളത് കൊണ്ട് അതിനുള്ളൊരു വക ഉണ്ടായിരുന്നില്ല. അപ്പം നേരെ ഞാൻ ജോലിക്ക് കയറാനുള്ളത്. അപ്പം ആ സമയത്ത് നമുക്കറിയാം നമ്മുടെ ഇവിടെ ബിലോങ് ചെയ്യുന്നില്ല, നമ്മുടെ ഒരു സ്പേസ് ഇതല്ല എന്നറിയാം. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ആശ്വാസം കണ്ടെത്തിയിരുന്നത് മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞൊരു സെഷൻ വരും. അപ്പോൾ അതിലിങ്ങനെ വലിയ വലിയ എഴുത്തുകാരൊന്നുമല്ല, നമ്മളെ പോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചില സ്പെഷ്യൽ ഡേയ്സിൽ, വാലന്റൈൻസ് ഡേയിലും അല്ലെങ്കിൽ വുമൻസ് ഡേയിലൊക്കെ കുറേ കഥകൾ എഴുതും. അപ്പം അങ്ങനെയുള്ള കഥകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ വായിച്ചിട്ടാണ് ഒരു ആശ്വാസം കണ്ടെത്തിയിരുന്നത്. അങ്ങനെ ഡിഗ്രി മുംബൈയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ഞാനിങ്ങനെ ഏഷ്യാനെറ്റിലേക്കൊക്കെ ആർട്ടിക്കിളൊക്കെ എഴുതി തുടങ്ങി, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. അതങ്ങനെ ആരും കാണിക്കൊന്നുമില്ല, എഴുതി പബ്ലിഷ് ചെയ്ത് വരുമ്പോൾ എനിക്കൊരു സന്തോഷം അത്രേ ഉള്ളൂ. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് കൊറോണ സമയമായ സമയത്ത് എൻ്റെ ജോലി പോയി. ഇപ്പം ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എന്നെ ഒരു എഴുത്തുകാരി ആക്കിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ പങ്കുണ്ടെന്ന്. കാരണം ഞാൻ ഏത് കമ്പനിയിൽ പോയി ജോയിൻ ചെയ്താലും ആ കമ്പനി ബാൻ ചെയ്യും. ഈ പല ഇഷ്യൂസ്, ചൈന ജോലി ചെയ്തത് മിക്കതും ചൈന കമ്പനി ആയിരിക്കും, ഇൻ്റർനാഷണൽ കമ്പനി ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ പറഞ്ഞിട്ട് ആ കമ്പനി ബാൻ ചെയ്യും. അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ വീട്ടുകാരെ കാണിക്കണം, അവരിത്രയും പൈസ കൊടുത്ത് നമ്മളെ പഠിപ്പിച്ച് നമ്മളൊന്നും അല്ലാതെ
അവരുടെ മുന്നിൽ പോയി നിൽക്കരുതല്ലോ എന്നൊരു ആഗ്രഹത്തിൽ പേനയെടുത്ത് ചില പുസ്തകങ്ങളൊക്കെ എഴുതി. അങ്ങനെ എഴുതിയ ഫസ്റ്റ് ബുക്കാണ് നനയുവാൻ ഞാൻ കടലാകുന്നു എന്നുള്ള പുസ്തകം. അതൊരു ആഗ്രഹമായിരുന്നു, ഒരു സ്വപ്നമായിരുന്നു. പണ്ടൊരു പുസ്തകം എഴുതണമെന്നുണ്ടായിരുന്നു, ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ സമയമുണ്ടല്ലോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എഴുതിയുള്ള പുസ്തകമാണ് നനയുവാൻ ഞാൻ കടലാകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പുസ്തകം എഴുതണം എന്നുള്ളത് എനിക്ക് ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാൻ അത് കഴിഞ്ഞു, എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ആ പുസ്തകം ഞാൻ സെല്ല് ചെയ്തു. ഞാൻ തന്നെയാണ് അതിന് ഓർഡർ എടുത്ത് പാക്ക് ചെയ്ത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്ത് അതിൻ്റെ റിവ്യൂ വായിച്ച് ആ റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നത് വരെ ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ജോലി കിട്ടി, ജോലികളായിട്ട് ഞാൻ ബിസിയായി. വീണ്ടും എൻ്റെ കമ്പനി ബാൻ ചെയ്തു. പിന്നെയും ഒരു വഴിയില്ലാതിരുന്നപ്പോൾ എഴുതിയ ബുക്കാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. ആ ബുക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മാത്രം ഒരു എഫേർട്ടിൻ്റെ പുറത്തല്ല ആ പുസ്തകം ഇത്രയും ഹിറ്റായിട്ടുള്ളത്. ആകസ്മികമായി വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇന്ന് രാവിലെ കൊയിലാണ്ടി ഒരു പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിപാടിക്ക് പോയിട്ടുണ്ട്. എല്ലാ പബ്ലിക്കേഷനും തള്ളിക്കളഞ്ഞ ഒരു പുസ്തകം ചെയ്തത് മാൻകൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള പബ്ലിക്കേഷനാണ്. സായുജ് എന്നൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ ഞാൻ കാണാൻ ഇടയാവുന്നത് ആ പോസ്റ്റ് ഓഫീസിൽ ഉണ്ടായിട്ടുള്ള ഒരു വർക്ക് ചെയ്തിട്ടുള്ള ഒരു ചേട്ടൻ വഴിയാണ്. അപ്പം ഞാൻ എൻ്റെ പുസ്തകങ്ങളാണ് അവിടെ കൊണ്ടുപോയിട്ട് വിൽക്കണമെന്ന് ആ ചേട്ടൻ അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം വെറുതെ മറിച്ച് നോക്കിയപ്പോൾ ഇത് എൻ്റെ പുസ്തകമാണെന്ന് അറിഞ്ഞ സമയത്താണ് സായു ചേട്ടൻ എനിക്ക് പരിചയപ്പെടുന്നതും. വീണ്ടും 2 വർഷങ്ങൾക്ക് ശേഷം എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ സ്ക്രിപ്റ്റായിട്ട് ഞാൻ സായു ചേട്ടൻ്റെ അടുത്ത് പോകുന്നതും ആ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതും ഇത്രയും ആദരവോടെ കണ്ടിരുന്ന ആളുകൾ ഇരുന്ന അതേ വേദിയിൽ എൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഞാൻ പറയുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം കിട്ടുന്ന കാര്യമാണ്. അപ്പം ഇന്ന് നേരത്തെ പറഞ്ഞപ്പം പറഞ്ഞു പുതിയ തലമുറയുടെ എഴുത്തുകളെ കുറിച്ച് സംസാരിക്കുന്ന ഇടാണെന്ന്. എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അബ്ബാസ്ക്ക് എങ്ങനെയാണ് ഒരു യുവാവായിട്ട് നിങ്ങൾ കണക്കാക്കുന്നത്. ഞങ്ങളുടെ ബുക്കിൻ്റെ കൂടെ വിറ്റുപോടൂ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എന്ത് യുവതലമുറയുടെ പരിപാടി വന്നാലും അബ്ബാസ്ക്കിനെ വിളിച്ചിരുത്തുന്നുണ്ട്. അബ്ബാസിക്ക് നല്ല വയസ്സുണ്ട്. താങ്ക് യു. അബ്ബാസ് ശാരീരികമായി വയസ്സുണ്ടെന്ന് തോന്നിക്കാം നിമ്നയ്ക്ക്, പക്ഷെ മാനസികമായിട്ട് നിമ്നയ്ക്ക് ഒപ്പാണ്. അതുകൊണ്ടാണ് അത് പറയുന്നത്. നിമ്നയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് അതാണല്ലോ ഏറ്റവും കൂടുതൽ വിറ്റത്. മറ്റേ പുസ്തകത്തിന് ആദ്യം വന്നത് നനയുവാൻ ഞാൻ കടലാകുന്നു എന്നാണ്. ഇപ്പം ആ പുസ്തകത്തിൻ്റെ റീപ്രിൻറ്റിലും ഇതിൻ്റെ ഇതാണ് ഇട്ടിരിക്കുന്നത്, ഇതിൻ്റെ ഓതർ എന്നുള്ളതാണ് ലേബല്. അപ്പോൾ ഈ പുസ്തകമാണ് അതിൻ്റെ ഒരു മെയിൻ കാരണം. അപ്പോൾ ആദ്യത്തെ പുസ്തകം എഴുതുമ്പോൾ നിമ്ന ഈ പറഞ്ഞ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു മുന്നിൽ. അപ്പോൾ അത് തരണം ചെയ്യാനുള്ള കഷ്ടപ്പാട് ഏറ്റവും വലിയ ആശ്വാസം കിട്ടിയതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. അപ്പോൾ ഞാൻ നോക്കുന്നത് എല്ലാറ്റിലും മറ്റേത് ഡയറി കുറിപ്പ് പോലെ ഓർമ്മക്കുറിപ്പുകളോ അനുഭവങ്ങളൊക്കെ ആയിട്ടാണ് അത് വരുന്നത്. അപ്പോൾ എല്ലാറ്റിലും നിമ്നയ്ക്ക് എവിടേക്കോ ഈ നഷ്ടപ്പെട്ട സ്നേഹത്തിൻ്റെ ഒന്നില്ലെങ്കിൽ ചേട്ടൻ്റെ ആവാം, അല്ലെങ്കിൽ അമ്മയുടെ ആവാം, അല്ലെങ്കിൽ അച്ഛൻ്റെ ആവാം, അല്ലെങ്കിൽ ചേട്ടനോട് സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ചെറിയമ്മയുടെ കുട്ടികൾ, ഇങ്ങനെയുള്ള എല്ലാവരുടെയും ഒരുപാട് ഈ സ്നേഹം ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു മിക്ക കഥകൾ ഇതിൽ വരുന്നതൊക്കെ അവിടെയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഈ പറഞ്ഞ നേരത്തെ തേച്ചു പോയ ഭാഷ, അത് എൻ്റെ കാലഘട്ടത്തിന് അറിയില്ല. ഞാനിവിടെ നിന്നോട് സംസാരിക്കാനിരിക്കുമ്പോൾ തന്നെ ഞാൻ ആലോചിക്കും എൻ്റെ മകളുടെ പ്രായമാവാനേ ഉള്ളൂ നിമ്നയ്ക്ക്. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് നിന്നോട് സംവദിക്കുന്നതിനേക്കാൾ നല്ലതൊരു ചെറുപ്പമായ ഒരാൾ വരുന്നില്ല. പിന്നെ എനിക്ക് തോന്നി തലമുറകളോ വയസ്സോ ഒന്നുമല്ല, അതിനൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു നൂലാണ് പുസ്തകം അല്ലെങ്കിൽ എഴുത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ധൈര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ അതിഥിയാണല്ലോ മെയിൻ കഥാപാത്രം. പിന്നെ മഹാദേവൻ്റെ എല്ലാ ദിവസവും സമയം കിട്ടുമ്പോൾ ആ ചാപ്റ്റർ കഴിയുമ്പോഴോ അല്ലെങ്കിൽ അടുത്ത ചാപ്റ്ററിലോ മഹാദേവന് അതിൻ്റെ ഒരു സംക്ഷിപ്തമായിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ ഈ അതിഥിയുമായിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ നിങ്ങളുടെ 1-2 പ്രോഗ്രാമൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോഴൊക്കെ എനിക്കെപ്പോഴും മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു കാരണം അതിഥി നിമ്നയുമായിട്ട് എന്തൊക്കെയോ കണക്ഷനുള്ള പോലെ തോന്നുന്നു. എല്ലാ എഴുത്തുകാരും അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുന്നത്, അവരവരുടെ അനുഭവങ്ങളാണല്ലോ കുറിപ്പുകളായിട്ട് വരുന്നത്. അപ്പോൾ അതിനെന്താ നിമ്നയ്ക്ക് പറയാനുള്ളത് അതിഥിയും മഹാദേവനൊക്കെ കുറിച്ച്? ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള പുസ്തകം എഴുതുന്ന സമയത്ത് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ അതിജീവിച്ചു, നമ്മളതിനെ എങ്ങനെ മുന്നോട്ട് നടന്നു എന്നുള്ള കഥ നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ പിറകെ വരുന്ന പലരുടെയും സർവൈവൽ ഗൈഡായിട്ട് മാറും എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പം എൻ്റെ ഒക്കെ കാര്യമാണെങ്കിൽ ഒരു 5 വർഷം മുൻപുള്ള നിമ്നയുടെ അടുത്ത് ഇങ്ങനൊരു പ്രോഗ്രാമിന് നിമ്ന പോയിരിക്കും, ഇത്രയും ഒരു വേദിയിൽ നിമ്ന ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. കാരണം എനിക്ക് എന്നിൽ വിശ്വാസമില്ലായിരുന്നു, ഇതൊക്കെ ചെയ്യാൻ ഞാൻ കേപ്പബിൾ ആണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു, ഒരു കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു. ഇപ്പം ഞാൻ ഇരിക്കുന്നത് ആ വേദിയിലാണെങ്കിൽ ഇപ്പം ആരെങ്കിലും ഒരാളിവിടുന്ന് സംസാരിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ നിൽക്കില്ല. എനിക്ക് പേടിയായിരുന്നു, കാരണം നമ്മൾ പറഞ്ഞാൽ തെറ്റായി പോവുക അല്ലെങ്കിൽ അത് കറക്റ്റ് ആവുമോ എന്നുള്ളൊരു
പേടിയുണ്ടായിരുന്നു. അപ്പം എല്ലാത്തിനെയും പേടിച്ചുകൊണ്ടിരുന്ന, ഒട്ടും വിശ്വാസം ഇല്ലാത്ത ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ. അപ്പൊ അവിടെ നിന്ന് എന്നിൽ വന്നിട്ടുള്ള ഒരു മാറ്റമുണ്ട്. ഗ്രാജുവലി ഞാൻ ജീവിതത്തിൽ എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ നേടിയിട്ടുള്ള കുറേ അറിവുകളുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചുറ്റുമുള്ള ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നമ്മൾ സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ, കലയെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ, എന്തിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിലും അടിസ്ഥാനമായിട്ട് മനുഷ്യനൊരു സമാധാനം വേണം. ഒരു സാറ്റിസ്ഫൈഡ് എന്ന് പറയുന്നില്ല, പക്ഷെ ശാന്തമായിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് വേണം. ഇപ്പം നമ്മൾ ചോദിക്കും, കുട്ടികൾക്ക് എന്താ പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം, പഠിച്ചാൽ പോരെ, നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നില്ലേ? പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഓരോ കാലഘട്ടത്തിൽ പോകുമ്പോഴും നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചതല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം ഇപ്പോഴത്തെ പാരൻസ് പലപ്പോഴും പിള്ളേരോട് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, ഞാനൊക്കെ ഇത്രയോ കിലോമീറ്റർ നടന്നിട്ടാണ് സ്കൂളിൽ പോയത്, നിനക്കതിൻ്റെ ബുദ്ധിമുട്ടുണ്ടോയെന്ന്. ഇന്നത്തെ കുട്ടികൾ ഇന്നത്തെ സൈബർ ഇടങ്ങളിൽ നേരിടുന്ന ബുള്ളിങ്, അവരനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങൾ, ഇപ്പോൾ അഡോളസൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ഇറങ്ങിയിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ. അപ്പോൾ അതിലൊക്കെ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങൾ അനുഭവിച്ച പോലുള്ള പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ അറിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഈ കുറച്ച് ഇഞ്ച് സ്ക്രീനിൽ അവർ അനുഭവിക്കുന്നുണ്ട്, അവർ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞാനൊക്കെ വളരുന്ന സമയത്ത് ഇപ്പം സാറ് പറഞ്ഞ പോലെ സ്നേഹം കിട്ടാൻ എപ്പോഴും കൊതിച്ചിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. എനിക്ക് എപ്പോഴെങ്കിലും എന്നെ ഒരാൾ കാണാൻ ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം നന്നായിട്ട് സംസാരിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം വരും. അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ വരുമെന്ന്. നിങ്ങളിപ്പോൾ ഒരു നല്ല ഡ്രസ്സൊക്കെ ഇട്ട ഒരാൾ പോകുമ്പോൾ ഇന്ന് കാണാൻ കൊള്ളാലോ എന്ന് പറയുമ്പോൾ, അതിപ്പോൾ ആണ് പറഞ്ഞാലും പെണ്ണ് പറഞ്ഞാലും ആര് പറഞ്ഞാലും നമുക്കൊരു സന്തോഷം വരും. അപ്പം എൻ്റെ വീട്ടിൽ നമ്മുടെ ലവിനൊരു ലാംഗ്വേജ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രകടമാക്കണ്ടേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാധവിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. ശവകുടീരത്തിൽ വന്നിട്ട് പൂവിട്ടാൽ ഞാൻ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇഷ്ടം പ്രകടമായി തന്നെ കേൾക്കണം. അപ്പം എൻ്റെ പാരൻസിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ, അവർക്ക് സ്നേഹമുണ്ട്, അവർ ആത്യന്തികമായിട്ട് എന്നോട് സ്നേഹമുണ്ട്, പക്ഷെ അവർക്കത് പ്രകടിപ്പിക്കാൻ അറിയില്ല. ഇപ്പം നമ്മളതിനെ ലവ് ലാംഗ്വേജ് എന്നൊക്കെ വിളിക്കും. എങ്ങനെയാണ് എൻ്റെ കുട്ടീക്ക് എനിക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളത് കാണിക്കണം എന്നുള്ളത് അവർക്ക് അറിയില്ല. അപ്പം അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ വളരുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം, ചെറുതായിട്ട് സ്നേഹം കിട്ടുന്ന സ്ഥലത്തേക്ക് അവർ പെട്ടെന്ന് തെറ്റിപ്പോവും. ചെറുതായിട്ട് സ്നേഹം എവിടെന്നെങ്കിലും കിട്ടിയാൽ നമ്മൾ അവിടെ വീണു പോവും. പക്ഷെ അതിലുണ്ടാകുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന സ്നേഹത്തിന്റെ ഇന്റൻഷൻ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പം നമ്മുടെ പാരൻസ് നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പോലും, പുറത്ത് കാണിക്കുന്നില്ലെങ്കിൽ പോലും ആ ഇന്റൻഷൻസ് പ്യുവർ ആയിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് കിട്ടുന്ന ഈ സ്നേഹത്തിൽ നമ്മൾ വീണു പോകുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ നമ്മൾ ഭയങ്കരമായിട്ട് പറ്റിക്കപ്പെട്ടേക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം ഇല്ലാത്തവരായിട്ട്, നമ്മൾ ഏത് അവസ്ഥയിലാണോ അവരുടെ അടുത്ത് പോയത് അതിലും മോശം അവസ്ഥയിൽ നമ്മൾ വലിച്ചെറിയപ്പെട്ടേക്കാം. അപ്പം ഇങ്ങനെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉൾപ്പെടെ അങ്ങനെ എക്സ്പീരിയൻസിൽ കടന്നു പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും പറയും, വീട് എന്ന് പറയുന്നത് ഒരു സേഫ് സ്പേസ് ആണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്പേസ് വീടാണ്. പക്ഷെ ഞാനൊരു ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ വേദനിച്ചിട്ടുള്ളൊരു ദിവസം, ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള ഒരു ദിവസം ഏതാണെന്ന് എൻ്റെ അച്ഛനോടോ അമ്മയോടോ ചോദിച്ചാൽ അവർക്ക് അറിയണ്ടാവില്ല. ഇപ്പം ഞാൻ കടന്നു പോകുന്ന എൻ്റെ മാനസികാവസ്ഥ, ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആവുന്നത് ഏത് കാര്യത്തിലാണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയണ്ടാവില്ല. അപ്പം നമ്മൾ ഒരു വീട്ടിൽ ഒരു സ്പേസിൽ സ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സുകൾ തമ്മിൽ അത്രയും ദൂരമുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പം നമുക്കിതെല്ലാം തുറന്നു പറയുന്ന ഒരു സേഫ് പ്ലേസ് വേണം, നമ്മളായിട്ട് അംഗീകരിക്കുന്ന ഒരു സ്പേസ് വേണം. ഇപ്പം എൻ്റെയൊക്കെ വീട്ടിലാണെങ്കിൽ തന്നെ നമുക്ക് എന്തുണ്ട് എന്ന് പറയുന്നതിനേക്കാളും നമുക്ക് എന്ത് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെയൊക്കെ വളർത്തിയിട്ടുള്ളത്. കാരണം നിനക്കതില്ല, നിനക്ക് ഈ കുറവുകളുണ്ട്, നിനക്ക് ഇത്ര മാർക്ക് കുറവാണ്, നീ ആ കുട്ടീനെ കണ്ട് പഠിക്കുക എന്നുള്ള കമ്പാരിസൺസ്, അല്ലെങ്കിൽ നമ്മുടെ രൂപത്തിലാണെങ്കിലും നമ്മുടെ ബോഡിയിലാണെങ്കിലും ഒക്കെ നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളെ വളർത്തിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റും ഈ സ്നേഹം കിട്ടുന്നില്ല. ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെ സ്നേഹിക്കാനും പറ്റുന്നില്ല. കാരണം നമുക്ക് ഒരുപാട് കുറവുകളുണ്ട് എന്ന് നമ്മുടെ ചുറ്റുപാട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്പേസിൽ നിന്ന് സ്വയം സ്നേഹിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ഡിഫിക്കൽട്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരു +2 ഡിഗ്രി കാലം വരെ ഞാനിങ്ങനെ ചിരിക്കാത്ത കുട്ടിയാണ്. എനിക്ക് ചിരിക്കാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞേക്കണത്, നിന്നെ ചിരിക്കുന്ന സമയത്ത് നിന്നയുടെ മോണ മൊത്തം കാണും, അപ്പം അതൊരു അഭംഗിയാണെന്നാണ് പറഞ്ഞേക്കണത്. അപ്പം ആ സമയത്ത് നമുക്കതറിയില്ല. അപ്പം ഞാൻ കണ്ണാടി പോയി നോക്കുമ്പോൾ ശരിയാണ്, എൻ്റെ പല്ലിന് കുറച്ച് വലിപ്പക്കുറവുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാ, അഭംഗിയാ, ചിരിക്കണ്ട. പിന്നെ ഞാൻ ചിരിക്കുമ്പോൾ വായൊക്കെ പൊത്തിട്ടായിരുന്നു ചിരിക്കുക. ഞാൻ ചിരിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ പോലും എൻ്റെ +2 കാലം വരെ എൻ്റെ വീട്ടിലില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഒരു സമയത്താണ് നമ്മളതിനെ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങി. അതിലിപ്പോൾ എന്താ പ്രശ്നം? എൻ്റെ ചിരി ഞാനത് ഓൺ ചെയ്യുന്നു, എനിക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ ഞാനത് എക്സ്പ്രസ് ചെയ്യുന്നു. അത് വേറൊരാളെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുള്ള ആവശ്യമില്ല എന്ന് തോന്നുന്നിടത്താണ് നമ്മളെ സ്നേഹിച്ച് തുടങ്ങുന്നത്. അപ്പം മറ്റുള്ളവർ പറയുന്ന എൻ്റെ എല്ലാ കുറവുകളെയും ഞാൻ സ്നേഹിച്ച്
കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായ ഒരു മനുഷ്യനും ഈ ലോകത്തില്ല എന്ന് നിശ്ചയിച്ച് ഞാനിവിടെ വന്ന് ഇരിക്കുന്ന സമയത്തും എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് എന്നുള്ള കാര്യം മനസ്സോടെ ഉറപ്പിച്ചിട്ട് തെറ്റ് വന്നാൽ തിരുത്താൻ തയ്യാറായി ലേൺ ചെയ്യാൻ പഠിച്ച് ഞാൻ എന്നെ മിനുക്കിയെടുത്തൊരു പ്രോസസ്സ് എനിക്ക് നടന്നത് ഒരു 6 വർഷം കൊണ്ടാണ്. അപ്പോൾ 6 വർഷത്തിൽ ഞാൻ ഒരുപാട് വേദനിക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നെക്കാളും കൂടുതൽ മറ്റുള്ളവർക്ക് ഇമ്പോർട്ടൻസ് നൽകിയത് കൊണ്ട് എൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ഞാൻ എന്നെ സ്നേഹിക്കാൻ പഠിച്ചത്. ഇപ്പോഴും എൻ്റെ ഫോണിലെ വാൾപേപ്പർ എൻ്റെ ഫോട്ടോ ആണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, നിനക്ക് നാണയില്ലേ സ്വന്തം ഫോട്ടോ വാൾപേപ്പറായിട്ട് നടക്കാൻ? ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഷിപ്പ് തോന്നില്ലേന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നാളെ ഇന്ന് കാര്യം ചെയ്യും, നിങ്ങൾ എൻ്റെ ഫോട്ടോ നിങ്ങളുടെ വാൾപേപ്പറാക്കി വെക്കുക. അവർ വെക്കില്ലല്ലോ, അവർക്കതിൻ്റെ ആവശ്യമില്ല, അത്രേ ഉള്ളൂ കാര്യം. അപ്പം നമ്മളെ കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ വേറെ ആരും ചെയ്തു തരത്തില്ല. ഇപ്പം ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള പുസ്തകം നിമ്ന സ്വയം തള്ളിയാണ് ഹിറ്റാക്കി എന്നുള്ളൊരു കാര്യം ഞാൻ കേൾക്കുന്നുണ്ട്. അത് ഓക്കെയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും ഓക്കെ നാളെ എഴുന്നേറ്റ് എന്നാൽ നിമ്ന വിജയനെ കുറച്ച് പ്രൊമോട്ട് ചെയ്തേക്കാം, നിമ്ന വിജയ് കുറച്ച് ബുക്ക് വിറ്റോട്ടെ എന്ന് കരുതി എൻ്റെ ബുക്കിൻ്റെ റീലെടുത്ത് നിങ്ങൾ ആരും ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് നിങ്ങളെ കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പം എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന സമയത്ത് സ്വന്തം കാര്യങ്ങൾ നോക്കി സ്വയം ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കുക. നിങ്ങളുടെ വെൽത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു പോയിന്റ് വരെ ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് പഠിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് എന്നിൽ വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഒരു പോയിന്റിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാനൊരു കല്യാണമൊക്കെ കഴിച്ച് നല്ല ജോലിയുള്ള ഒരു പയ്യനെ കഴിച്ചാൽ അവനെ കൊണ്ട് ഈ ലോൺ അടപ്പിച്ച് ജീവിക്കാലോ എന്ന് വരെ ചിന്തിച്ചൊരു നിമ്ന ഉണ്ടായിരുന്നു. സത്യം, ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാനിതാ വിചാരിച്ചത് വേഗം കല്യാണം കഴിച്ചേക്കും പോവാം, അപ്പം എനിക്ക് ചെറുതായിട്ട് കുക്കിംഗ് ഒക്കെ അറിയാം, അപ്പോൾ ഒരു കുലസ്റ്റേറ്റ് ജീവിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്നുള്ള ചിന്തിച്ച് ഞാനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു 2-3 വർഷം കഴിയുമ്പോൾ എൻ്റെ എഡ്യൂക്കേഷൻ ലോൺ ഞാൻ ക്ലിയർ ചെയ്യുന്നു, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ നടത്തുന്നു, വീട് വെക്കുന്നു, വണ്ടി മേടിക്കുന്നു, കാറ് വാങ്ങുന്നു. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ വിശ്വസിച്ച് തുടങ്ങിയ ഒരു സമയം മുതലാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്, ആ പെൺകുട്ടികളിൽ ഞാൻ പണ്ടത്തെ എന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെടുത്ത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നിങ്ങളെ രക്ഷിക്കാൻ ഒരു നായകനും ഒരു രാജകുമാരനും നമ്മൾ ഈ കഥകളിൽ വരുന്ന പോലെ വരാൻ പോണില്ല. സിനിമയിൽ ഗസ്റ്റ് റോള് വരുന്ന പോലെ ചിലരൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ജനിക്കുന്നതും ജീവിക്കുന്നതും മരിക്കുന്നതും നിങ്ങൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ ആ ഒറ്റയ്ക്കുള്ള യാത്രയിൽ എന്തൊക്കെ വന്നാലും സ്വയം ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ആരൊക്കെ വന്നാലും അവരെ സ്നേഹത്തോടെ സ്വീകരിച്ച് സ്നേഹത്തോടെ മടക്കി അയച്ച് അതേ സ്നേഹത്തോടെ നിങ്ങളെ നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയണം. എന്നാൽ മാത്രമേ ലൈഫിൽ എന്ത് പ്രതിസന്ധികളെ നേരിടാൻ പറ്റൂ എന്നൊരു തോട്ട് എനിക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടി ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളൊരു ഫിക്ഷണൽ ക്യാരക്ടർ മാത്രമായിരുന്നു അതിഥി. അപ്പം അതിഥിയിൽ എവിടേക്കോ ഞാനുണ്ട്, ഞാനുള്ള പോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും എന്നാണ് പ്രതീക്ഷ. താങ്ക് യു. എനിക്ക് തോന്നുന്നു നിമ്നയുടെ കുറച്ചു കാലത്തെ പുസ്തക ജീവിതത്തിൽ തന്നെ എൻ്റെ പകുതി വയസ്സ് പോലും ഇല്ല നിമ്നയ്ക്ക്. അപ്പോൾ അത് എന്നേക്കാളൊക്കെ എത്രയോ ഇരട്ടി ജീവിതം പഠിച്ച ഒരാളാണ് നിമ്ന. അപ്പോൾ നിമ്നയ്ക്ക് എഴുതാനും സാധിക്കും, പുസ്തകം വിൽക്കാനും സാധിക്കും. അത് പുതിയ തലമുറയിലെ ആളുകൾ ഇപ്പോൾ എല്ലാറ്റിനും മാർക്കറ്റിംഗ് ആണ്, എല്ലാം വിപണി നോക്കിയിട്ട് തന്നെയാണ്, അതൊക്കെ ശരി. പക്ഷെ വിപണിയിൽ സജീവമല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഷാറൂഖ് ഖാൻ വലിയ സിനിമാ നടനാണ്, എന്തുകൊണ്ട്? അല്ലെങ്കിൽ ഈ മോഹൻലാൽ ആയാലും ആരായാലും അവരവരെ പ്രൊമോട്ട് ചെയ്യാൻ അവർക്കൊരു സിനിമാ കമ്പനി ഉണ്ട്, അവരെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇപ്പോൾ തമിഴ് സിനിമക്കാർ മുഴുവൻ കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം ഒക്കെ വന്നിട്ടാണ് പ്രോഗ്രാം നടത്തുന്നത്. എന്താ കാരണം വെച്ചാൽ അവർക്ക് കേരളത്തിലെ വിജയായ ആരായാലും ഏത് ഫീൽഡായാലും സിനിമയായാലും സാഹിത്യമായാലും വിപണി ആവശ്യമാണ്. വിപണി ആവശ്യം, പുസ്തക വിൽപ്പനയും നടക്കണമെങ്കിൽ ഓതേഴ്സ് അതിൻ്റേതായ ചില കാര്യങ്ങൾ അവർ മാർക്കറ്റിങ്ങിൽ വേണം. അപ്പോൾ അത് ചെയ്യുന്നത് ഒരു തെറ്റായിട്ട് കാണുന്നില്ല. കാരണം പുസ്തകം വിറ്റാലാണ് വീണ്ടും വീണ്ടും എഴുതാനുള്ള ഒരു പ്രചോദനം ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിക്കോ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ധർമ്മമാണ് അവർ ചെയ്യുന്നത്. അത് ആരാണെങ്കിലും ചെയ്യും. അതിപ്പോൾ അങ്ങനെ ഒരു ചിത്രീകരണം വേണ്ട. അപ്പം നേരത്തെ പഴയ എഴുത്തുകാർ അബ്ബാസ് കൂടെ സൂചിപ്പിച്ചു, പഴയ എഴുത്തുകാർ ഇങ്ങനെ കുറേ പുതിയ എഴുത്തുകാർ വന്നിട്ടുണ്ട്. അവർ പക്ഷെ വായനക്കാർ അങ്ങനെ ചിന്തിക്കുന്നൊന്നുമില്ല. അപ്പം ഞാനും വായന തുടങ്ങിയ കാലത്ത് മുട്ടത്ത് വർക്കിയും ബാറ്റൺ ബോസും കോട്ടയം പുഷ്പനാഥും ഒക്കെ ആയിട്ട് തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ അടുത്ത പുസ്തകങ്ങൾ കുറേ വന്നപ്പോൾ അത് എന്താണെന്ന് വായിച്ചു. അങ്ങനെ വായനയ്ക്ക് എപ്പോഴും തലം മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഓരോ എഴുത്തുകാരനും അതിനനുസരിച്ച് എന്നും നിമ്ന വിജയൻ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള പുസ്തകം പോലെ ഒരു സീരീസ് അതേ സ്റ്റീരിയോ ടൈപ്പ് പുസ്തകങ്ങൾ ഇറക്കുന്ന ആരും വിശ്വസിക്കുന്നില്ല. കാലത്തിനനുസരിച്ചോ അല്ലെങ്കിൽ അനുഭവങ്ങളുടെ വെളിച്ചത്തിലോ നിമ്ന പുതിയ പുസ്തകം എഴുതുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എനിക്ക് അടുത്തൊരു പുസ്തകം വരുന്നത്
ഏറ്റവും പ്രിയപ്പെട്ട നിന്നോടാണെന്ന് കോഴിക്കോട് ലിറ്റററി ഫെസ്റ്റിൽ ഞാൻ കേട്ടു. അപ്പോൾ അതിനെക്കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അത് എന്തുകൊണ്ട് എഴുതുന്നു എന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ബുക്ക് എഴുതി കഴിഞ്ഞ ശേഷം ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഓക്കെ, അത് സെൽഫ് ലവ് ചെയ്യുന്നു, അത് സ്വയം സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ സ്വയം സ്നേഹിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പൊ അതെങ്ങനെ, അതെവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് അതിഥിക്ക് സ്വയം സ്നേഹിച്ച് സ്വയം ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കിയതിന് ശേഷം അതിഥിയുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അവളുടെ നിലപാടുകളിൽ എന്തൊക്കെ മാറ്റം വന്നു, കാഴ്ചപ്പാടുകളിൽ എന്തൊക്കെ മാറ്റം വന്നു, അവൾ ചുറ്റുമുള്ള മനുഷ്യരെ എങ്ങനെ സ്വീകരിക്കുന്നു, അങ്ങനെ ഒരുപാട് തോട്ട്സ് എൻ്റെ ഉള്ളിലും ഉണ്ടായി. അപ്പം അങ്ങനെയാണ് ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്നുള്ള ഒരു സെക്കൻഡ് പാർട്ടിലോട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഒരു പുസ്തകം എന്നതിനേക്കാളേറെ തളർന്നു പോകുമ്പോൾ മോട്ടിവേഷൻ ബുക്കായിട്ട് 10-20 തവണ വായിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വ്യത്യസ്ത വായനാനുഭവം നൽകുന്ന പുസ്തകമായിരിക്കും. ഇതിൽ ഞാൻ അതിഥിയുടെ ഇതൊരു 3 ചാപ്റ്ററായിട്ട് 3 പാർട്ടായിട്ടാണ് ആ ബുക്ക് വരുന്നത്. അപ്പോൾ ഒരുപാട് ഞാൻ പറയുന്നില്ല, സ്പോയിലറായി പോകും. പക്ഷെ അതിൽ അതിഥിയുടെ പാർട്ട് ഞാൻ ഒരു 4-5 തവണ ഒരു 2-3 ചാപ്റ്റർ എഴുതി വെട്ടി വീണ്ടും ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ചാപ്റ്ററാണ്. കാരണം സെൽഫ് ലവ് ചെയ്ത ശേഷം അതിഥിക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റം എനിക്കറിയാം. ഞാൻ ആ ബുക്ക് ഇറക്കി കഴിയുമ്പോൾ അത്രയും ആളുകൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൊരു തോട്ട് എനിക്കുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബുക്കാണ്. ഇതിൽ ഒരുപാട് ഇമോഷൻസ് പറയുന്നുണ്ട്. ഇപ്പം ഇത് അതിഥിയുടെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോടുള്ള നിങ്ങൾ കാണാത്ത ഒരുപാട് സർപ്രൈസിങ് ആയിട്ടുള്ള കുറേ എലമെന്റ്സ് ഉണ്ട്, ഒരുപാട് ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടുള്ള നിങ്ങൾ ഒട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടർ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട്ടുള്ള ഒരു മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ ബുക്ക് വായിക്കുന്ന സമയത്ത് ഇതൊന്നുകൂടി റീഡ് ചെയ്ത് പോകണം എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ്. ഇനി ഞാൻ എന്ത് പറഞ്ഞാലും സ്പോയിലറായി പോവും. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണല്ലോ, നമ്മളൊരു സിനിമയൊക്കെ ഇറങ്ങുന്നതിന് മുൻപ് ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ സിനിമ നല്ലതാണെങ്കിൽ പോലും കണ്ടിട്ട് കൊള്ളില്ല എന്ന് പറയുന്നൊരു അവസ്ഥ ഇപ്പം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ഹൈപ്പും ഇല്ലാതെ സൈലൻ്റായിട്ട് ഇറക്കി വിടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ബുക്കാണ് ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട്. ഇപ്പോൾ നമ്മൾ പുസ്തകങ്ങളുടെ വിൽപ്പന, പുസ്തകങ്ങളെല്ലാം എന്തായാലും സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് പങ്കുണ്ട്. സോഷ്യൽ മീഡിയ നന്നായി കൈകാര്യം ചെയ്യുന്ന ആളാണ് നിമ്ന എന്നറിയാം. നിമ്നല്ല, എനിക്ക് ഒരുവിധം ഞാനടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്, വേറെ വഴിയില്ലാതെ വന്നു. കാരണം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പുതിയ ട്രെൻഡ് അറിയണമെങ്കിൽ സോഷ്യൽ മീഡിയ, നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു ഏതാണ്ടൊരു രൂപം കിട്ടും. ബാക്കി നമ്മൾ സ്വയമാണ് ഉണ്ടാക്കുന്നത്. പുസ്തകം വായിച്ചതിന് ശേഷം അതിൻ്റെ ചീത്ത ഭാഗങ്ങൾ മറ്റുള്ളവർ പറയുന്നതല്ല നമ്മളുടെ അഭിപ്രായം എന്നത് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് നിമ്നയുടെ എഴുത്തിനെ ബാധിച്ചിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി ഞാൻ പഠിച്ചത് ജേർണലിസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരുടെയും ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മുടെ കേരളത്തിൽ വരുന്നൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ, ഒരു ജോബ് എന്ന് പറഞ്ഞാൽ ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുന്നൊരു ഇംപ്രഷനായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. ഞാനൊരു 6 മന്ത് ആക്ച്വലി ബിസിനസ് ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കരിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇൻഫ്ലുവൻസർ മാനേജറായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു 19 വയസ്സ് മുതൽ ഒരു ഇൻഫ്ലുവൻസർ മാനേജറായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ആ സമയത്തൊക്കെ സോഷ്യൽ മീഡിയ ഗ്രോ ചെയ്ത് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റ ഒന്നും ആ സമയത്ത് അത്ര ആക്റ്റീവേമല്ല. ടിക്ടോക്കിൻ്റെയും ഫേസ്ബുക്കിൻ്റെ ഒക്കെ ഒരു കാലഘട്ടം. ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഇടുന്ന ഇൻഫ്ലുവൻസേഴ്സിന്, ഒരുപാട് ഫോളോവേഴ്സുള്ള ആളുകളെ മാനേജ് ചെയ്യുക, അവർക്ക് അവരുടെ പ്രൊഫൈൽ ഗ്രോ ചെയ്യാനുള്ള ടിപ്പ് പറഞ്ഞു കൊടുക്കുക. അപ്പം ഞാൻ ആപ്പിലാണ് വർക്ക് ചെയ്തത്. ഞാൻ പറഞ്ഞ പോലെ 2 ചൈനീസ് ആപ്പ് ഇപ്പം കാണില്ല, ബാൻ ചെയ്തു പോയി. അപ്പോൾ ഈ 2 ആപ്പിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അലോഗരിതം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെങ്ങനെയാണ് വർക്ക് ആവുന്നത്, അവിടെ എങ്ങനെയാണ് ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പറയും ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ കുട്ടികളെ പറ്റിയിട്ട് ഒരുപാട് കുറ്റങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അവർ ഫുൾ ടൈം ഫോണിലാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യം, പുതിയ തലമുറയിലെ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്ന ആ മാറ്റങ്ങളെ നമ്മുടെ ഗ്രോത്തിന് വേണ്ടി എങ്ങനെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളൊരു തോട്ടിലാണ് ഈ ബുക്കുകളും റീലുകളും തമ്മിൽ കണക്ട് ചെയ്ത് വരുന്നത്. എൻ്റെ ഒരു കസിനാണ് ആക്ച്വലി ഇങ്ങനെയൊരു ബുക്ക്, ചേച്ചിയുടെ ബുക്കിൻ്റെ കണ്ടന്റ് നമുക്ക് റീലായിട്ട് പോസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ തരുന്നത്. അപ്പം ഞാൻ ആദ്യം ആ റീലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട എന്നോടല്ല, നനയുവാൻ്റെ റീലുകളാണ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പോസ്റ്റ് ഒരു 3 മില്യൺ 4 മില്യൺ ഒക്കെ വ്യൂ പോയ സമയത്താണ് ഇതൊരു ടെക്നിക്കാണല്ലോ, എന്തുകൊണ്ട് നമുക്കിത് ചെയ്തുകൂടാ എന്നുള്ളൊരു തോട്ട് എന്നിൽ വന്നത്.
അപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടിൻ്റെ റൈറ്റർ എന്നുള്ളതിനേക്കാളേറെ എനിക്ക് സ്നേഹം ലഭിച്ചിട്ടുള്ളത്, എന്നെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ചേച്ചി എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ചെറുതായിട്ട് സോഷ്യൽ മീഡിയയിൽ ആർട്ടിക്കിളൊക്കെ പോസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പേടിയുള്ളവരോട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ആർട്ടിക്കിൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരുപാട് പേര് വായിച്ചിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കുറേ ഫീഡ്ബാക്ക് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഇൻ്റർവ്യൂവിന് പോകാൻ നിൽക്കണ ആ പയ്യൻ പോസ്റ്റ് വായിച്ചിട്ട് ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ ഈ വലിയ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യണം, അതുണ്ട്. പക്ഷെ അതിനേക്കാളും ഏറെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ മൈന്യൂട്ടായിട്ട് വിട്ടുപോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിട്ട് ഞാൻ ബസ്സിൽ കയറി കഴിഞ്ഞാൽ കണ്ടക്ടറോട് ബാക്കി പൈസ ചോദിക്കാൻ എനിക്ക് മടിയായിരുന്നു. ഇനിയിപ്പോൾ ചോദിച്ച ഇയാൾ തരുമോ, ഇയാൾ ചോദിച്ച ഒരു 2 രൂപയ്ക്ക് വേണ്ടി ഇത്ര ബഹളം ഉണ്ടാക്കണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മാനം പോയില്ലേ. അതേപോലെ ബാങ്കിൽ പോയിട്ട് പാസ്ബുക്ക് ഫില്ല് ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു. സംഭവം ഡിഗ്രി ഒക്കെ ഉണ്ട്, പക്ഷെ തെറ്റിപ്പോയാലോ, സ്പെല്ലിങ് തെറ്റിപ്പോയാലോ നാറില്ലേ. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻസെക്യൂരിറ്റീസ് നമുക്കുണ്ട്. നമ്മൾ ചെറുതെന്ന് കരുതിയാലും ഇതൊരു മനുഷ്യൻ്റെ ഡെയിലി ലൈഫിന് വരുന്ന സമയത്ത് അത് അവരെ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് വരുന്ന കമൻറ്റ്, അതിനോട് ആളുകൾ പ്രതികരിക്കുന്ന രീതി, അത് കാണുന്ന സമയത്താണ് ഇതും ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് എന്നുള്ളൊരു തോട്ട് എൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പം ഞാൻ ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ച്, സെക്ഷൽ അബ്യൂസിനെ കുറിച്ചൊക്കെ ഒരു തവണ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയുണ്ട്. ഇവളുടെ അച്ഛൻ ഗൾഫിലാണ്. അപ്പം അമ്മയും ഇവളും 2 അനിയത്തിമാരുമാണ് വീട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ അച്ഛൻ കുറേ കാലമായിട്ട് പ്രവാസിയാണ്. അപ്പോൾ ഇവളുടെ വീട്ടിൽ ഇവർ സാധനങ്ങളൊക്കെ മാസം മാസം പൈസ കൊടുത്തിട്ട് ഒരു കടയിൽ കൊടുത്തിട്ട് അവിടെ നിന്നാണ് സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ ഇവള് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ആ സമയത്ത് ആ കുട്ടി ഒരു ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കുട്ടിയാണ്. ഒരു 6ാം ക്ലാസ് മുതൽ ഇവൾ ഈ സാധനം വാങ്ങാൻ പോകുന്ന കടയിലെ ചേട്ടൻ അവളെ സെക്ഷലി അബ്യൂസ് ചെയ്യാറുണ്ട്. 6th സ്റ്റാൻഡേർഡ് മുതൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി ഇത് വീട്ടിൽ പറയുന്ന സമയത്ത് അത് നിനക്ക് തോന്നിയതാവും, അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല, നമുക്കിപ്പോൾ അവരൊക്കെയല്ലേ ഉള്ളൂ, അച്ഛൻ ഇവിടെ ഇല്ലല്ലോ, നമുക്കൊരു ആവശ്യം വന്നാൽ ആരെയാണ് വിളിക്കാനുണ്ടാവുക എന്നുള്ളൊരു ചോദ്യത്തിൽ അതിനെ സൈലന്റ് ആയി കളഞ്ഞൊരു വീടിനെ കുറിച്ച് അവൾ പറയുന്നുണ്ട്. അവിടെ നിന്ന് അവൾ അനുഭവിച്ച പിരിമുറുക്കത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ സ്വന്തം അച്ഛനിൽ നിന്ന്, സഹോദരനിൽ നിന്ന് സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ട ഒരുപാട് ആളുകൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ആൺകുട്ടി വന്നിട്ട് അവൻ്റെ ഒരു അങ്കിള് ഈ പോൺ വീഡിയോസ് കാണിച്ചിട്ട് അവനെ മിസ്യൂസ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പറയും സെക്ഷൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അല്ല, സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ട ഒരുപാട് ആൺകുട്ടികളുണ്ട്. ഈ അമീർ ഖാൻ അവതരിപ്പിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, പേര് മറന്നുപോയി. അപ്പം അതിലൊക്കെ ആളുകൾ വന്നിട്ട്, ഒരുപാട് ആൺകുട്ടികൾ വന്നിട്ട് അവർ നേരിട്ട അബ്യൂസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് സെക്ഷൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് അതിന് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടും. പക്ഷെ ഒരു വീട്ടിലോട്ട് ഇത് വരുന്ന സമയത്ത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അതിനെ എങ്ങനെ സമീപിക്കുന്നു? അവിടെ ഈ അബ്യൂസിനേക്കാളും അവർക്ക് പ്രശ്നം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മാനം പോവും, നാട്ടുകാരറിഞ്ഞാൽ എന്ത് പറയും. അതുമാത്രമല്ല, എനിക്കിത് സംഭവിച്ചിട്ടില്ല, നിനക്കിത് നടന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പ്രശ്നമാണ് എന്ന് പറയുന്ന പാരൻസ് വരെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ അഡ്രസ്സ് ചെയ്യാത്തത്, കുട്ടികളുടെ ട്രോമകളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്നില്ല, അവർക്ക് ഫ്യൂച്ചർ ഇല്ല, അവർക്ക് ചിന്തകളില്ല എന്ന് പറയുമ്പോൾ അവർ ചെറുപ്പത്തിൽ നേരിട്ട ട്രോമകളെ അഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ സംസാരിക്കണം. ഞാനൊരു ബുക്ക് എഴുതുന്ന സമയത്ത് ഇപ്പം സാഹിത്യത്തിലേക്കുള്ള സംഭാവനകളെക്കാൾ ഏറെ എൻ്റെ ചുറ്റുമുള്ള മനുഷ്യർ ഏതെങ്കിലും രീതിയിൽ അവർക്കൊരു ഹെൽപ്പ് ആവണം, അവർക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ഫീൽ കൊടുക്കുന്ന ഒരു സാധനം എൻ്റെ കയ്യിൽ നിന്ന് വരണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഓഫ് കോഴ്സ് ഈ ബുക്കിൻ്റെ വർക്കിൽ സോഷ്യൽ മീഡിയ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ആ സോഷ്യൽ മീഡിയ കൂടിയാണ് ഞാൻ ചുറ്റുപാടുകളെ കുറിച്ച് അറിയുന്നത്, അവിടെ നമ്മൾ നേരിടുന്ന സ്ട്രഗിൾസിനെ കൂടി അറിഞ്ഞത്. അപ്പോൾ ഇതിലെ സബ്ജക്റ്റുകൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സോഷ്യൽ മീഡിയ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നം പറഞ്ഞു. അതായത് എപ്പോഴും പഴയ കാലത്തുള്ള ഒരു രീതി തന്നെയാണ്. ഞാനൊക്കെ ഒരു കൂട്ടുകുടുംബത്തിൽ ജനിച്ച ആളാണ്, അപ്പോൾ എനിക്കത് കുറേയും കൂടി നന്നായിട്ട് അറിയാം. എല്ലായ്പ്പോഴും ഈ നിമ്ന പറഞ്ഞതിൻ്റെ ഒരു തരം കുറ്റപ്പെടുത്തലുകളാണ്. നീ അത് ചെയ്തില്ല, അല്ലെങ്കിൽ കമ്പാരിസൺ എല്ലാ തരത്തിലും. അല്ലെങ്കിൽ നിനക്ക് ആരെങ്കിലും അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഥ ഈ ബുക്കിലുള്ളത് വിഷയമാണ് അതൊക്കെ. അപ്പം അത് വീട്ടിലെ ആൾക്കാരോ അല്ലെങ്കിൽ പുറത്ത് അറിഞ്ഞാൽ നമുക്ക് മാനക്കേടാണ്, കുടുംബത്തിന് മാനക്കേടാണ് എന്ന് പറയുന്നതല്ലാതെ എങ്ങനെ അത് തരണം ചെയ്യാമെന്നുള്ളത് ഒരു മാതാപിതാക്കളും ഇപ്പോഴും പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. കുറേ ആളുകൾ നമ്മുടെ വീടിൻ്റെ സ്റ്റാറ്റസ്, നമ്മുടെ സ്റ്റാറ്റസ് ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ പുറകെ പോവുകയാണ്. ഇപ്പോഴും പല കുട്ടികളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ വീട്ടിലൊരു അച്ഛനും അമ്മയും രാവിലെ നേട്ട എന്തെങ്കിലും ചെറിയ കാര്യങ്ങളാവാം, അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുക. കുട്ടി അവർക്ക് മുഴുവൻ മനസ്സിലായില്ലെങ്കിലും
ഇവർ തമ്മിൽ നല്ല ബന്ധത്തിലല്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഈ ഒരു ഭയം കൊണ്ടാണ് അവർ ജീവിച്ചു വളർന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതത്തിലും അവർ വലുതാവുമ്പോഴും അതിൻ്റെ ആ ഒരു സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി അവർക്ക് മനസ്സിലാവും. അപ്പോൾ അത് പല കാര്യങ്ങളിലും അത് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ നിമ്ന കുറേ കാര്യങ്ങളത് ബുക്കിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നിമ്ന പറഞ്ഞത് ഒരു ചില കാര്യം പറയുമ്പോൾ അതിന് ആളുകൾ കൂടുതൽ പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഉള്ളൊരു ആളുകൾ ഇപ്പോഴും ഇപ്പോൾ ഫുൾ ടൈം മൊബൈലാണ് അല്ലെങ്കിൽ ഫുൾ ടൈം ഇത് നോക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളതിനെ വേറൊരു രീതിയിലാണ് കാണുന്നത്. അപ്പോൾ നമ്മളുടെ കാഴ്ചപ്പാടിൻ്റെയും കൂടി ഒരു കുഴപ്പമാണത്. പണ്ട് നമ്മൾ പറഞ്ഞു മഞ്ഞപ്പിത്തം പിടിക്കുന്നവന് കാണുന്നതൊക്കെ മഞ്ഞയായിട്ട് തോന്നുന്നു. അതേപോലെയുള്ള ഒരു നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റില്ല. നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിലല്ല ഇന്നത്തെ യുവതലമുറകൾ, അല്ലെങ്കിൽ നമ്മളുടെ പീക്കാണ് അവരുടെ ബേസ്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള പാരൻസ് വളരെ കുറവാണ്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആവും, എല്ലാം ഉണ്ടാവും, പക്ഷെ അവർ അത്തരം കാര്യങ്ങളിൽ പോവില്ല. അപ്പോഴും അവരെ തന്നെ ചുറ്റിപ്പറ്റി നിന്നിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് ഒരാളിൽ അടിച്ചേൽപ്പിക്കുകയാണ്. ആ കുട്ടിക്ക് ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ അത് അടിച്ചേൽപ്പിക്കും. അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ നാട്ടിൻപുറങ്ങൾ, ഇപ്പം ഞാൻ കോഴിക്കോടൊക്കെ വലിയ സിറ്റിയാണെന്ന് പറയുന്ന ഒരാളാണ്. അവിടെ പോലും ഞാൻ പലപ്പോഴും അന്വേഷിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് കൂടുതൽ നടക്കുന്നത്. അപ്പം നിങ്ങളുടെ പുസ്തകങ്ങളിലുള്ള പല ക്യാരക്ടേഴ്സും, ഇപ്പം അതിലുള്ള ദേവിക ആയാലും ആരായാലും ഇത്തരം ഈവൻ ആൻറ്റിയുടെ കൂടെ അവസ്ഥ അതിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ പുസ്തകം വാങ്ങുന്നവരെ മുടക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളാണല്ലോ നിമ്നയ്ക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതാൻ പറ്റുന്നത്. അപ്പോൾ അത് ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നിമ്നയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആലോചിച്ച് നോക്കുമ്പോൾ ഇതിപ്പോൾ ഇംഗ്ലീഷിൽ വരുന്നു ഈ പുസ്തകം. അപ്പോൾ ഇംഗ്ലീഷിൽ വരുമ്പോൾ ഒരു ലാർജ് ഓഡിയൻസാണ് വരുന്നത്. മലയാളത്തിൽ നിമ്നയെ കൂടുതൽ മനസ്സിലാക്കാൻ കൂടുതൽ ആളുകൾ, ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കേട്ടു നിമ്നയുടെ പുസ്തകം മാത്രമേ ഞാൻ വായിക്കുന്നു, കോഴിക്കോട് നിന്നായിരുന്നു എന്ന് എൻ്റെ ഓർമ്മ. ഒരു കുട്ടി പറയുന്നു കേട്ടോ, ആ +2 പഠിക്കുന്ന കുട്ടിയാണ്, ഞാൻ ആദ്യം വായിച്ച പുസ്തകമാണ്, ഇനിയും ചേച്ചിയുടെ പുസ്തകം മാത്രമേ വായിക്കുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാണ് ഒരു ബുക്ക്. അപ്പോൾ ഇത് ഇംഗ്ലീഷിലേക്ക് ഈ പുസ്തകം വരുമ്പോൾ ഹാർപ്പർ കോളിൻസ് ആണ് പബ്ലിഷ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് ഏത് തലത്തിലാവും ആളുകൾ എടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഈ ബുക്ക് ഇറങ്ങിയ മുതൽ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ബോണസാണ്, സർപ്രൈസാണ്. കാരണം ഇംഗ്ലീഷിലൊക്കെ ഞാൻ മുംബൈയിൽ വർക്ക് ചെയ്യാൻ പോയ സമയത്ത് അവസാനമായിട്ട് ആ സമയത്ത് ഞാൻ ഈ ബുക്ക് എഴുതിയിട്ടാണ് പോണത്. അപ്പോൾ നമ്മുടെ സെൽഫ് ഇൻട്രോ പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ വീട്, നാട്, പഠിച്ച കാര്യങ്ങളൊക്കെ പറയുന്നല്ലോ, അതിങ്ങനെ പുസ്തകം എഴുതുന്നുള്ളൊരു കാര്യം ഞാനിവിടെ മിണ്ടിയിട്ടേ ഇല്ല. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ട് ഒരു കൊളീഗ് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് ഈ ബുക്ക് എഴുതിയിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഇത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഞങ്ങൾ വായിക്കാമെന്ന്. അപ്പം ഞാൻ പിന്നെ എവിടെ ഇംഗ്ലീഷ്, ഏത് ഇംഗ്ലീഷ്, ആ രീതി തള്ളിയൊരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹാപ്പർ കോളിങ്സിൻ്റെ കോൺട്രാക്ട് വന്ന സമയത്ത് ഞാൻ ആ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേന്ന്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, എനിക്കിതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇംഗ്ലീഷിലോട്ട് ഈ ബുക്ക് വരുമ്പോൾ വലിയ പ്രതീക്ഷകളാണുള്ളത്. കാരണം ഞാൻ അത്യാവശ്യം ഇംഗ്ലീഷ് ബുക്സ് റീഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിലൊരുപാട് ഞാൻ കണ്ടിട്ടുള്ള പുസ്തകങ്ങളിൽ വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ബുക്കുകളുണ്ട്. ഇപ്പോൾ പാലസ് ഓഫ് ഇല്യൂഷൻ പോലുള്ള ബുക്കുകളുണ്ട്, അതേ സമയത്ത് ചേതൻ ഭഗത്തിൻ്റെ ബുക്കുകളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരു സെൽഫ് ലവ് തീമായിട്ട് ഇപ്പം വളരെ നോർമലായിട്ടുള്ള പെൺകുട്ടികളുടെ ഇമോഷൻസിനെ പറയുന്ന, അല്ലെങ്കിൽ ഇത്ര ഡീപ്പായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ബുക്ക് ഇംഗ്ലീഷിലുണ്ട് എന്ന് എൻ്റെ അറിവിലില്ല. അപ്പം ഇങ്ങനൊരു ബുക്ക് വരുന്ന സമയത്ത് അതിനൊരുപാട് വൈഡർ ഓഡിയൻസിലോട്ട് എത്തുന്ന സമയത്ത് നമ്മൾ ഇവിടെ തുടങ്ങി വെച്ച ഒരു ചെറിയ തീം ഇത്രയും വലിയ ആളുകൾ ഏറ്റെടുക്കുക എന്നുള്ളതിന് വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അപ്പോൾ കേരളത്തിൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഈ ബുക്ക് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇരട്ടി വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു തോട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ബുക്ക് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ ഏറ്റെടുത്ത പോലെ തന്നെ ഇന്ത്യ മുഴുവൻ ഇത് ഏറ്റെടുക്കണം എന്നാണ് ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് എല്ലാ ഹാർഡ് വർക്ക് എൻ്റെ സൈഡിൽ നിന്നുണ്ടാവും. താങ്ക് യു. ഹാർപ്പർ കോളിൻസ് പുസ്തകം ജൂലൈ ആഗസ്റ്റോടുകൂടി ഇറക്കുന്നതാണ് ഞാൻ കേട്ടത്. അപ്പോൾ അതിന് മുമ്പേ അടുത്ത പുസ്തകം മലയാളത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം അതിൻ്റെ എന്തെങ്കിലും ഡേറ്റ്? ഓണത്തിന് ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് ഓഗസ്റ്റ് ഓണത്തിൻ്റെ സമയത്ത് റിലീസാക്കണം എന്നാണ് ആഗ്രഹം. ഹാപ്പർ കോളിങ്സിൻ്റെത് ഒന്നെങ്കിൽ അതിന് മുൻപോ പിൻപോ ഉണ്ടാവും. അപ്പം എങ്ങനെയാണെങ്കിലും ഈ വർഷം 2 പുസ്തകം ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പുസ്തകം ഹിറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് തള്ളിയത്. അപ്പോൾ ഇനി ഞാനൊരു പുസ്തകം എഴുതുന്ന സമയത്ത് ഇതിൻ്റെ വായനക്കാരും കൂടെ ഒപ്പം തള്ളുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ 2 പുസ്തകമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. താങ്ക് യു. തീർച്ചയായിട്ടും ഓരോ പുസ്തക വിൽപ്പനക്കാരനും വലുതായാലും ചെറുതായാലും അവരുടെ അൾട്ടിമേറ്റ്ലി അത് വിറ്റ് പോവുക, പൈസ ഉണ്ടാക്കുക. നിമ്നയ്ക്ക് റോയൽറ്റി കിട്ടിയോ, നിമ്നയ്ക്ക് ഇത് കിട്ടിയോ എന്നുള്ളത് അവരുടെ പ്രശ്നമല്ല. അവരുടെ ഷോപ്പിന് വാടക കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരുടെ അത്
മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ വിൽക്കുന്ന പുസ്തകങ്ങൾ എന്തായാലും എല്ലാവിടെയും കിട്ടും. അപ്പോൾ ആ അവൈലബിലിറ്റിയുടെ ഒരു മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. കാരണം അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ചോദിച്ചു വരുന്നൊരു നമ്മൾ ലോസ്റ്റ് സെയിൽ എന്നൊക്കെ പറയും. ഇവിടെ വരുന്നൊരു ബുക്ക് ചോദിക്കുമ്പോൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വരുത്തുന്ന, ഇപ്പോൾ നിമിന വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ പുസ്തകം വയ്ക്കും. അതല്ല ശരിക്കുള്ള സെയിൽസിൽ ഉദ്ദേശിക്കുന്നത്. ഏത് സമയത്തും ആ പുസ്തകം ലൈവായിട്ട് ഒരു ഷെൽഫിൽ ഉണ്ടാവണം എന്നുള്ള, അതിൽ വ്യക്തിപരമായിട്ട് നിമിനയ്ക്ക് എന്തെങ്കിലും കാഴ്ചപ്പാടുകളുണ്ടോ? കാരണം ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഇറക്കുന്നത് മാൻകൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പബ്ലിക്കേഷനിലാണ്. അവരുടെ ഫസ്റ്റ് പുസ്തകമായിരുന്നു ഇത്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണകളില്ല. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഓരോ കാര്യവും ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടിൻ്റെ റീൽ ഹിറ്റ് ആവുന്ന സമയത്ത് ഒരു 350 കോപ്പിയാണ് നമ്മുടെ ഫസ്റ്റ് എഡിഷൻ അടിച്ചത്. അപ്പോൾ അത് വളരെ മെല്ലെ പോകുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ റീൽ ഹിറ്റായി പെട്ടെന്ന് നമുക്ക് ആമസോണിലെല്ലാം ഓർഡേഴ്സ് വരികയാണ്. അപ്പോൾ ഒരു ദിവസം ആമസോണിൽ നമുക്ക് 400+ ഓർഡർ വന്നൊരു ദിവസമുണ്ട്. നമ്മുടെ കയ്യിൽ കോപ്പിയില്ല. അപ്പം നമ്മളിങ്ങനെ ലോറിയിൽ ബുക്ക് ഇറക്കലും നമ്മളൊരു 4-5 പേര് അതിൻ്റെ മുകളിൽ ചാടി വീണ് ഇറങ്ങി പാക്ക് ചെയ്തിട്ട് അയച്ചൊരു ദിവസം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് കഴിഞ്ഞ ബുക്കിൽ പറ്റിയിട്ടുള്ള മിസ്റ്റേക്സ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ ബുക്ക് വളരെ ട്രെൻഡിങ് ആയിട്ട് നിന്ന സമയത്ത് കേരളത്തിലെ പല ബുക്ക് ഷോപ്പുകളിലും ഈ ബുക്ക് അവൈലബിൾ ആക്കാൻ പറ്റാതെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. കാരണം ഞാനും സായു ചേട്ടനും പിന്നെ 2 സ്റ്റാഫും, ഈ 4 പേരാണ് ആ ബുക്ക് കേരളം മൊത്തം വിറ്റിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ മാൻകൈൻഡ് 140 ടൈറ്റിൽസ് ചെയ്ത് കഴിഞ്ഞ് വലിയൊരു പബ്ലിക്കേഷനായിട്ട് മാറിയിട്ടുണ്ട്. അവർക്ക് അതിൻ്റെ രീതികൾ അറിയാം. ഈ സെക്കൻഡ് ബുക്ക് നമ്മൾ ആക്ച്വലി ഡിസ്ട്രിബ്യൂഷനിലെല്ലാം കുറച്ചുകൂടി സൂക്ഷിച്ച് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ബുക്ക് ഇറങ്ങുന്ന റിലീസ് ആവുന്നതിന് മുൻപേ തന്നെ എല്ലാ ബുക്ക് ഷോപ്പിലും മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഒരു ചേട്ടൻ കുറേ ബുക്കുമായിട്ട് വരുവാണ്. അപ്പോൾ ബുക്കായിട്ട് വന്നിട്ട് എന്നോട് എൻ്റെ ബുക്ക് കാണിച്ച് എൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു, നല്ല ബുക്കാണ്, വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് വാങ്ങി. അപ്പോൾ എനിക്ക് പലരും ഇങ്ങനെ വീഡിയോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്, നിമ്മയുടെ ബുക്ക് ട്രെയിനിൽ കണ്ടു. അപ്പോൾ എന്തെങ്കിലും എനിക്ക് ഒരു മൊമെന്റ് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം തന്നെ ഞാൻ ഒരു വീഡിയോ എടുത്തു. അപ്പോൾ ആ ചേട്ടനോട് വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചു. ഓക്കെ പറഞ്ഞു. അപ്പോൾ എന്താ വീഡിയോ എടുക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എഴുതിയ ബുക്കാണ്. അപ്പോൾ ചേട്ടൻ ഈ കവർ ഫോട്ടോ ഒന്ന് തിരിച്ചിട്ട് നോക്കി, ഇത് തന്നെയാണോ? അപ്പോൾ ശരിക്കും നിങ്ങൾ എഴുതിയ ബുക്കാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എഴുതിയ ബുക്കാണ്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ ജീവിതത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിലുള്ളതാണ്. ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച പുസ്തകം ഇതാണ്, ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച് എനിക്കിതുകൊണ്ട് ഒരുപാട് വരുമാനം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ ബുക്ക് നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ബുക്ക് ഫ്രീ ആയിട്ട് തരുക വരെ ചെയ്തു. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ഒരുപാട് മനുഷ്യരെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലം ഇല്ലാത്ത വിധം കേരളത്തിൽ ഒരുപാട് പുതിയ പബ്ലിക്കേഷൻസ് വരുന്നുണ്ട്, ഒരുപാട് സെല്ലേഴ്സ് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ബുക്ക് ലോഞ്ചിന് പോയി. ആ ബുക്ക് ലോഞ്ച് ചെയ്യുന്ന പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോളേജ് കുട്ടികൾ തുടങ്ങിയിട്ടുള്ള ഒരു പബ്ലിക്കേഷനാണ്. അപ്പോൾ അവർ ഇതിൻ്റെ ഒരു മാർക്കറ്റ് കണ്ട് ഞങ്ങൾക്കൊരു പോക്കറ്റ് മണിക്ക് വേണ്ടി ഞങ്ങളൊരു പബ്ലിക്കേഷൻ തുടങ്ങുന്നു. കാരണം നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ അറിയുന്ന കുട്ടികളാണ്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയുന്ന കുട്ടികളാണ്. അപ്പോൾ പാരൻസിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ അവർ ഓണായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് അവർ തുടങ്ങുകയാണ്. അതുപോലെ ഞങ്ങളുടെ അവിടെ തന്നെ ബുക്ക് പബ്ലിഷ് ചെയ്തൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ബുക്ക് ഒരു 20,000 കോപ്പി വിറ്റുപോയി. അവൾ പഠിക്കുകയാണ്. അവളുടെ മുഴുവൻ ഫീസും അവൾ അടച്ചത് അതിൻ്റെ റോയൽറ്റി കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് സാധ്യത, ഇപ്പോൾ എനിക്ക് റോയൽറ്റി കിട്ടുന്നു എന്നതിനേക്കാളേറെ ഇതിൻ്റെ മറുവശത്ത് ഒരുപാട് പേരുടെ ഉപജീവനം ഇതുവഴി നടക്കുന്നുണ്ട് എന്നൊരു ഫാക്ട് കൂടിയുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ബുക്ക് ഇറങ്ങുന്ന സമയത്ത് എവിടെ ചോദിച്ചാലും ഈ ബുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇത് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. താങ്ക് യു. അത് വളരെ നല്ല കാര്യമാണ്. കാരണം പുസ്തകത്തിൻ്റെ അവൈലബിലിറ്റി പലപ്പോഴും ഇപ്പോൾ ഏത് പ്രസാധകരെ എടുത്താലും എല്ലാവരുടെയും എല്ലാ പുസ്തകങ്ങളും ഒരിക്കലും കിട്ടില്ല. കാരണം ഇപ്പോൾ DC-യിലേക്ക് ഒരു കാറ്റലോഗ് എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 60%, മാതൃഭൂമിയാണെങ്കിൽ അതേപോലെയൊക്കെ തന്നെ കിട്ടുള്ളൂ. കാരണം അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന പുസ്തകങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത് മാത്രം അടിക്കും. അപ്പോൾ ചിലപ്പോൾ പുതിയ എഴുത്തുകാരുടെ നല്ല പുസ്തകങ്ങളാണെങ്കിലും ചിലപ്പോൾ അത് പ്രിൻ്റ് ചെയ്തോളണമെന്നില്ല. കാരണം അതിനേക്കാൾ അവർക്ക് റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്നത് മറ്റു പുസ്തകങ്ങളാണ്. അപ്പോൾ എല്ലാവരും കച്ചവട കണ്ണിൽ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ എഴുത്തുകാരുടെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ എഴുത്തുകാരുടെ ഒരു കുറച്ചൊക്കെ ഒരു സമ്മർദ്ദം മറ്റുള്ള ഡിസ്ട്രിബ്യൂട്ടറിനോ ആരായാലും, നിമ്നെ സംബന്ധിച്ചോളം മാൻകൈൻഡ് മാത്രമാണ് ചെയ്യുന്നത്. വേറൊരു പ്രസാധകർ ഇതുവരെ ഇല്ല, ആർക്കും കൊടുക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്, ഒരു പുസ്തകമെങ്കിലും ഞങ്ങൾക്ക് തരണമെന്ന്. ഞാൻ സത്യം പറയാച്ചാൽ നിമ്നയുടെ ഈ ബുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു അതിമോഹമായിരുന്നു അന്ന്. ഞാനൊരു മെയിലൊക്കെ അയച്ചു, പിന്നീട് മറുപടിയൊന്നും വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അത് കണ്ടിട്ടുണ്ടാവില്ലയെന്ന്. പിന്നെ ഞാൻ കോഴിക്കോട് വെച്ചപ്പോഴാണ് അത് ആദ്യം തന്നെ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അതിമോഹം എന്ന് പറഞ്ഞത്. കാരണം നമ്മളൊരു പബ്ലിഷിങ് സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. അപ്പോൾ എനിക്ക് കുറേ ട്രാൻസ്ലേഷൻസാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം തോന്നി, എന്നാൽ ഒന്ന് ചുമ്മാ എഴുതി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്.
അപ്പോൾ അതൊരു എന്തായാലും എന്നെ കൂടെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്നും ചെയ്യാതെ എവിടെ എത്തില്ല. ഞാൻ ചെയ്യേണ്ട ഒരു പുസ്തകമല്ല, അത് ഹാർപ്പർ കോളിൻസിന് പോലെയുള്ള വലിയ പബ്ലിഷർ ചെയ്യേണ്ട ഒരു പുസ്തകമാണ്. കാരണം അത് ലോകം മുഴുവൻ എത്തേണ്ട ഒരു പുസ്തകമാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ അത് എടുക്കുന്നുള്ളൂ. പക്ഷേ എപ്പോഴും എനിക്ക് പറയാനുള്ളത് ഇംഗ്ലീഷിൽ വരുന്നത് നല്ലതാണ്, കൂടുതൽ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ഒരു വൈഡ് ഇത് കിട്ടും. പക്ഷെ അതേസമയം മലയാളത്തിലൂടെ ആണ് കേരളം മുഴുവൻ അറിയുന്നത് നിമ്ന വിജയൻ്റെ ഈ പുസ്തകത്തിലൂടെയാണ്. അപ്പോൾ മലയാളത്തിനെ മറക്കാൻ പാടില്ല ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. എന്താണ് അതിൻ്റെ അഭിപ്രായം? മലയാളത്തിനെ ഒരിക്കലും മറക്കില്ല. ആക്ച്വലി ഞാൻ +1 +2 ഹിന്ദിയാണ് സബ്ബായിട്ട് എടുത്തത്. കാരണം എല്ലാവരും പറഞ്ഞു ഹിന്ദി എടുത്തു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും, മലയാളത്തിൽ 2-3 മാർക്കൊക്കെ കുറയുന്നു. ഞാൻ സയൻസാണ് പഠിച്ചത്. സയൻസിൽ എന്തായാലും ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ആകെ ഫുൾ മാർക്ക് കിട്ടുന്ന ഒരു സബ്ജക്റ്റെങ്കിലും അങ്ങനെയെങ്കിലും പെർസെൻറ്റേജ് കൂടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഹിന്ദി എടുത്തതാണ്. അപ്പോൾ ഹിന്ദി എടുത്ത് പിള്ളേരെ നോട്ട്ബുക്ക് ആയിട്ട് മലയാളം ക്ലാസ്സിന് പോകുമ്പോൾ ഞാൻ കൊതിയോടെ അവരെ നോക്കിയിട്ടുണ്ട്. ചെയ്തത് അബദ്ധമായി നന്നായിട്ട് എനിക്ക് മനസ്സിലായതാണ്. അപ്പോൾ ഞാൻ ആശ്വസിച്ചിരുന്നത് സുരേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറേറ്റൊക്കെ എടുത്ത് ആൾ അത്യാവശ്യം നന്നായി എഴുതുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചെറിയ ചെറിയ കവിതകളൊക്കെ എടുത്തിട്ട് മാസ്റ്ററുടെ കൊടുക്കും, ഒന്ന് വായിച്ചിട്ട് പറയും. അപ്പോൾ ശല്യമാണെന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ നോക്കിയിട്ട് തരും. അപ്പോൾ മലയാളത്തിനോട് എന്നും ഒരു സ്നേഹമുണ്ട്. അപ്പം ഞാൻ എൻ്റെ മലയാളം അധ്യാപകരെ പേര് മാറ്റിയിട്ട് അമ്മയെന്ന് വിളിച്ചു പോകാറുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും പറയുന്നു പുതുതലമുറ വായിക്കുന്നില്ല, അവർക്ക് മലയാളം അറിയില്ല എന്നൊക്കെ. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് പുതിയ തലമുറയിൽ ആളുകൾ വായിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് മലയാളത്തിൽ വായിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അതൊരു സത്യം തന്നെയാണ്. കാരണം നമ്മൾ ന്യൂസുകളിൽ കണ്ടറിയാം, സ്കൂളിൽ മലയാളം പറയുന്നതിന് ശിക്ഷ വരെ കൊടുക്കുന്ന ഒരു സംസ്ഥാനത്ത് മാതൃഭാഷയായിരുന്നിട്ട് പോലും കുട്ടികൾ മലയാളം വായിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തണ്ണപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അത് ബേസിക്കായിട്ട് അത് തുടങ്ങേണ്ടത് വിദ്യാഭ്യാസത്തിൽ നിന്നാണ്. അപ്പം ഞാനൊരു മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു കുട്ടി ആയതുകൊണ്ട് തന്നെ എനിക്ക് മലയാളത്തിനോട് പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹമുണ്ട്. ഞാൻ ഏത് പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞാലും മലയാളത്തിന് എനിക്ക് ഫുൾ മാർക്ക് കിട്ടാറുണ്ടായിരുന്നു. അപ്പം ഇനി എന്തായാലും എഴുത്ത് മലയാളത്തിൽ തന്നെയായിരിക്കും. പക്ഷെ അതിൻ്റെ കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടിയാൽ റോയൽറ്റി പൈസ ജീവിച്ചു പോവാം എന്നുള്ളൊരു സന്തോഷം മാത്രം. താങ്ക് യു. എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങൾ ഇപ്പോൾ സംസാരിച്ചു നിമ്ന. നമുക്ക് ഓഡിയൻസിന് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും. അപ്പോൾ അവർക്ക് കുറച്ച് സമയം വിട്ടുകൊടുക്കാം. ചോദിക്കുന്നവർ അവരെ സ്വയം പരിചയപ്പെടുത്തുന്ന കൂടി നല്ലതാട്ടോ. ഹസൻ ഇരുമ്പുഴിയാണ്. സോഷ്യൽ മീഡിയയുടെ ആൽഗോരിതം നന്നായി അറിയാമെന്ന് പറഞ്ഞു. ഞാൻ യുക്തിവാദം, നിരീശ്വരവാദം ഇതിൻ്റെ സംഗതികളൊന്നും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് എതിരായിട്ടുള്ളൊരു പരിപാടി കണ്ടതിൻ്റെ പിറ്റേന്ന് മുതൽ എനിക്ക് യുക്തിവാദിയുടെയും നിരീശ്വരവാദികളുടെയും സംഗതികളൊക്കെ തൽക്കാലം വരാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ. ചില സമയത്ത് ഫോണ് ഓഫാക്കിയിട്ട് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്ന അപ്പോഴുള്ള ചില സംഗതികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങളും വരാൻ തുടങ്ങി. 2 കൊല്ലമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ട്. ഈ കഴിഞ്ഞ ഒരു 8 ദിവസമായിട്ട് 9 ദിവസമായിട്ട് തീരെ ഉപയോഗിക്കുന്നതില്ല. അപ്പം എനിക്ക് അറിയേണ്ടത് ഇതിൻ്റെ ആൽഗോരിതം എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട് എന്നുള്ള പോലെ സോഷ്യൽ മീഡിയയ്ക്കും 2 വശങ്ങളുണ്ട്. ഇപ്പം ഞാനും ഇടയ്ക്ക് വിചാരിക്കാറുണ്ട്, ഇപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളുടെ ഫീഡ്, അപ്പം എനിക്ക് 3 അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ. ഒന്ന് എൻ്റെ വെരിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ട്, വേറെ ഒന്ന് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള ബുക്കിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു അക്കൗണ്ട്, വേറെ അക്കൗണ്ട് എനിക്ക് ഫുഡ് വീഡിയോസ് കാണാൻ വേണ്ടി മാത്രമുള്ള അക്കൗണ്ട്. ഇങ്ങനെ 3 അക്കൗണ്ടാണുള്ളത്. അപ്പോൾ ഈ അക്കൗണ്ടിൽ ഞാൻ കണ്ടിട്ടുള്ളത്, നിങ്ങളൊരു 2 റീല് നിങ്ങൾ അടുപ്പിച്ച് ഒരു മിനിറ്റിൻ്റെ റീലാണെങ്കിൽ ഇത്ര ഒരു സെക്കൻഡ് കൂടുതൽ നിങ്ങൾ ആ റീലിൽ ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ആൽഗം മൊത്തം ചേഞ്ചായി. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്ന് പിക്ക് ചെയ്തിട്ട് അവർ ആ റീല് കാണിക്കാൻ തുടങ്ങും. പിന്നെ ഇതൊരു ഒറ്റൊരു വേർഡിൽ പറയാൻ പറ്റുന്ന കാര്യമല്ല. നിങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ അത്രയും വിശാലമായിട്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പം നിങ്ങൾ എന്ത് കാണുന്നു എന്നുള്ളതിൻ്റെ കൂടെ നിങ്ങളുടെ ചുറ്റുപാടുകളെ കൂടെ വരെ നിരീക്ഷിച്ച് നിങ്ങൾക്ക് സാധനങ്ങൾ തരുന്ന ഒരു സാധനമാണ്. ഇപ്പം നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ ഈ ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെ ഒക്കെ നിങ്ങളിങ്ങനെ ആഡ് കാണും. നിങ്ങളത് വെറുതെ സ്ക്രോൾ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത ആ ഡ്രസ്സ് ഒരു 100 തവണയെങ്കിലും വീണ്ടും നിങ്ങൾക്ക് കാണിക്കും. അപ്പം നിങ്ങളുടെ ഇൻട്രസ്റ്റ് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാരെക്കാളും നിങ്ങളെക്കാളും കൂടുതൽ അറിയുന്നത് സോഷ്യൽ മീഡിയക്കായിരിക്കും ഇപ്പം. അപ്പം ഇപ്പം എൻ്റെ ഒരു കസിൻ ഉണ്ട്, അവൾക്കൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഈ ഫേക്ക് അക്കൗണ്ടിൽ 0 ഫോളോവേഴ്സ് 0 ഫോളോയിങ് ആണ്. അപ്പം ഞാൻ ചോദിച്ചു, എടി ഞങ്ങളേക്കൊന്ന് കേട്ട് 10-500 പോസ്റ്റൊക്കെ ഉണ്ടല്ലോ, ഇത് എന്തൊക്കെയൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഒരാളെ ഞാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ
ഞാനിവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഇത് മണികൊട്ടി നാട്ടുകാരെ മൊത്തം അറിയിക്കുന്നുള്ളൊരു കാര്യം. അത്രയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കി നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ഒരാളെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ആളുകളിലേക്ക് ഈ അക്കൗണ്ട് സജഷനായിട്ട് പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ആക്ടിവിറ്റീസിനെ നിരീക്ഷിക്കുന്ന, ശരിക്കും നമ്മുടെ തലയ്ക്ക് മുകളിൽ നമ്മളൊരു ക്യാമറ വെച്ച് നടക്കുന്ന പോലെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം ചെയ്യാന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങൾ എന്ത് സെർച്ച് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ കാലാകാലങ്ങളിൽ അവിടെ പതിപ്പിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി, നിങ്ങൾ എത്ര മായ്ച്ചാലും തേച്ചാലും പോവാത്ത അത്രയും കാര്യങ്ങൾ അതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ കുൽസിത പ്രവർത്തികളൊക്കെ നടത്തുന്ന ആൾക്കാർ അതുകൂടെ ശ്രദ്ധിച്ചിട്ട് വേണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം അത്രയ്ക്ക് കീനായിട്ടുള്ള ഒരു കാര്യം. ഇപ്പം ബുക്കിലോട്ട് വരികയാണെങ്കിൽ ഞാൻ അതിൻ്റെ ആൽഗരിതത്തിനെ എങ്ങനെ കാണുന്നു എന്ന് വെച്ചാൽ, എൻ്റെ ഈ ബുക്കിൻ്റെയും അല്ലെങ്കിൽ രാംകോ ആനന്ദിയുടെയും ഒക്കെ റീലുകൾ വരുന്നതിന് മുൻപ് വരെ സോഷ്യൽ മീഡിയയിൽ പുസ്തകങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത് ഫോട്ടോകൾ വെച്ചിട്ടായിരുന്നു. ഇങ്ങനെ ഫോട്ടോകൾ എഴുതും, അതിന് താഴെ പുസ്തകങ്ങൾ റിവ്യൂ ആയിട്ട് കണ്ടന്റ് ആയിട്ട് വരും. അതിനപ്പുറം ഒരു റീല് വഴി പുസ്തകത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു കാര്യമേ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു റീൽ ഇടുന്ന സമയത്ത്, നമ്മൾ ഒരു റീൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലൈക്കിനേക്കാളും അവിടെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി വരുന്നത് ഷെയർസിനാണ്. എത്ര പേരത് ഷെയർ ചെയ്യുന്നു. ഇപ്പം നിങ്ങളൊരു കണ്ടന്റിന് 10,000 ലൈക്ക് ഉണ്ട്, പക്ഷെ ഒരു 500 ഷെയർ ആണുള്ളത്. വേറൊരു കണ്ടന്റിന് 500 ലൈക്കാണുള്ളത്, 10,000 ഷെയർ ഉണ്ടെങ്കിൽ ആ 10,000 ഷെയർ ഉള്ള കണ്ടന്റിന് അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ്. അപ്പം ഞാൻ ഈ റീല് വന്ന സമയത്ത്, റീൽ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ ബുക്കിൻ്റെ റീല് എന്നുള്ളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ഈ പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ ലൈക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും, അല്ലെങ്കിൽ ഈ റൈറ്റിംഗ് ആയിട്ടുള്ള കോഡ്സ് വായിക്കുന്ന ആളുകളാണെങ്കിലും, റൈറ്റേഴ്സിനെ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിലും അവരിലേക്ക് വരെ ഈ ഒരു പെർട്ടിക്കുലർ റീല് റീച്ച് ആവും. അങ്ങനെയാണ് അത് വർക്ക് ആവുന്നത്. പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ ബുക്കിൻ്റെ റീല്, ബുക്ക് മാത്രം നമ്മളൊരു ഫോട്ടോ എടുത്തിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൈൻ ഇട്ടത് കൊണ്ടോ ഒരു റീലും വർക്ക് ആവണമെന്നില്ല. അതിന് ആപ്റ്റായിട്ടുള്ള മ്യൂസിക് കൂടെ നിങ്ങൾ സെർച്ച് ചെയ്യണം, കറക്റ്റായിട്ടുള്ള സോങ് കൊടുക്കണം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സിനിമ ഡയലോഗ് വരെ അതിൻ്റെ കൂടെ വെച്ച് റിലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വരെ ഒരു ബുക്ക് പോകുന്നൊരു കാര്യമുണ്ട്. ഇപ്പം സ്നേഹം എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. 20,000 കോപ്പിയാണ് അത് 2-3 മാസത്തിൽ പോയത്. അത് ഡെയിലി ഇരുന്ന് റീലിടും. അപ്പം ഇത്രയും ആളുകളിലേക്ക് ഈ കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഇത്രയും ആളുകളിലേക്ക് ഇതെത്തും. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു പരിപാടി നടത്തി, ഇവിടെ ഇപ്പോൾ എത്ര പേരുണ്ടാവും? 100 പേര് കഷ്ടിച്ചുണ്ടാവും. പക്ഷേ ഈ കാര്യം ഞാനിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഇടുകയാണെങ്കിൽ അത് കാണുന്ന ആളുകൾ 10,000-ന് മേലെ ആയിരിക്കും. അപ്പം നമ്മൾ എടുക്കുന്ന എഫേർട്ട് കുറയുന്നുണ്ട്, പക്ഷെ അത്രയും ആളുകളിലേക്ക് ഇത് റീച്ച് ആവുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഇൻസ്റ്റയിൽ ഒരു ആൾക്കോ വർക്ക് ആവുന്നത്. അപ്പം ഞാൻ എൻ്റെ ബുക്കിൻ്റെ റീലിട്ട സമയത്ത് അതുവരെ ഇൻസ്റ്റയിൽ ആ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ട്രെൻഡ് പെട്ടെന്ന് ക്യാച്ച് ആവുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിലേക്ക് ഈ റീലുകൾ എത്തുകയാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ പിറകെ എല്ലാവരും സ്വന്തമായിട്ട് റീലിടാൻ തുടങ്ങി, ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഒരു ബുക്ക് ഇറങ്ങുന്ന സമയത്ത് ബുക്കിൻ്റെ പേരൊക്കെ ആലോചിക്കുന്നതിന് മുൻപേ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ആലോചിക്കുന്ന മാർക്കറ്റിംഗ് ടീമുകൾ പബ്ലിക്കേഷൻ ഹൗസസിൽ വന്നു തുടങ്ങി. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് വർക്ക് ആവുന്നത്. ഓക്കെ, ഇത് ശരിക്കില്ലേ ഒരു ക്ലാസ്സൊക്കെ എടുത്ത് PPT ഒക്കെ വെച്ച് പഠിപ്പിക്കാവുന്നൊരു സാധനം ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സെഷൻ ഞാൻ കുറച്ചുകൂടി റിസർച്ച് ചെയ്തിട്ട് ചെയ്യാൻ വേണമെങ്കിൽ. താങ്ക് യു. ഹലോ മാം, ഞാൻ സെറീന, ഒരു 3rd year BSW സ്റ്റുഡൻ്റ് ആണ്. സെൽഫ് ലവ് മാം ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് സെൽഫ് ലവ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ക്ലാസിക് യൂഷ്വൽ മിഡിൽ ക്ലാസ് മലയാളി ഫാമിലിയിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ. സോ ഒരു ടീനേജറിന് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 20s പെൺകുട്ടിക്കാണെങ്കിൽ പോലും സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ ഉമ്മമാരാണെങ്കിലും ഉപ്പമാരാണെങ്കിലും കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച ഉപ്പ, അല്ലെങ്കിൽ ഭർത്താവിനും മക്കൾക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ച ഉമ്മ, അങ്ങനെയാണ് അവർ സ്വന്തമായിട്ട് പറയാം. അതുകൊണ്ട് തന്നെ സെൽഫ് ലവ് എന്നുള്ളൊരു വേർഡിന് അവിടെ അധികം ഇമ്പോർട്ടൻസ് അവർ കൊടുക്കാറില്ല. മിക്കവാറും സമയങ്ങളിലും സെൽഫ് ലവ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് സെൽഫിഷ്നെസ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ് ഈ സൊസൈറ്റിയിൽ മിക്ക ആൾക്കാരും. സോ അങ്ങനെയുള്ള പാരൻസിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള സൊസൈറ്റീനോട് മാമിന് എന്താണ് പറയാനുള്ളത്? സെൽഫ് ലവ് ആൻഡ് സെൽഫിഷ്നെസ്, അങ്ങനെ ഒരു ആസ്പെക്റ്റിനോട് മാമിന് എന്താണ് പറയാനുള്ളത്? ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള 2 വാക്കുകളാണിത്. സെൽഫ് ലവ് എന്ന് പറഞ്ഞാലും സെൽഫിഷ്നെസ് എന്ന് പറയും. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആരെയും ഉപദ്രവിക്കുന്നില്ല. അവിടെ ഒരു വ്യത്യാസമുണ്ട്. നിങ്ങൾ സെൽഫിഷായിട്ട് പെരുമാറുന്ന സമയത്ത് ചിലപ്പോൾ അത് വേറെ ചുറ്റുമുള്ള മനുഷ്യർക്ക് ചില കേടുപാടുകൾ വരുത്തിയേക്കാം. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ചില ചോയ്സസ് എടുക്കുന്ന സമയത്ത് അതിൽ വേദനിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആൾ നിങ്ങളുടെ ഗ്രോത്തിലൊട്ടും ഹാപ്പി അല്ല എന്നുള്ളതാണ് അതിലൊരു കാര്യം. അപ്പം സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്വയം ചുരുങ്ങുക അല്ലെങ്കിൽ അവനവനിലേക്ക് തന്നെ ഒതുങ്ങുന്ന ഒരു പ്രക്രിയ അല്ല. നിങ്ങൾ വളരെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ, ഉമ്മയാവും ഉപ്പ ആരും ആവും,
അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പം അവർക്ക് വേണ്ടി ഒരു സാരി എടുക്കാൻ പോകുന്ന സമയത്ത്, ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് അവർക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്, ഏറ്റവും ബെസ്റ്റായിട്ട് അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റുമോ അതാണ് നമ്മൾ കൊടുക്കുക. ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ അവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടി വേണ്ടി ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ട് നിങ്ങൾ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു സ്ഥലത്താണ് സെൽഫ് ലവ് വരുന്നത്. ഇപ്പം എൻ്റെ പാരൻസ് ആണെങ്കിലും ഇപ്പം നമ്മുടെ പാരൻസ് ആണെങ്കിലും എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ജീവിച്ചത് മൊത്തം നിനക്ക് വേണ്ടിയിട്ടാ, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം മൊത്തം നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മാറ്റി വെച്ചു എന്നൊക്കെ. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ തിരിച്ചു ചോദിക്കും, ഞാനത് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അത്രേ ഉള്ളൂ, ഞാനത് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് അവരുടെ ചോയ്സാണ്, അവർ ലൈഫിൽ എടുക്കുന്ന ഒരു ചോയ്സാണ്. ആ ചോയ്സിൻ്റെ ബേർഡൻ പേരൻ്റ് ആവശ്യം ഇപ്പോഴെന്നല്ല കുട്ടികൾക്കില്ല എന്നുള്ളതാണ് കാര്യം. കാരണം ഈ ഭൂമിയിൽ ജനിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനും എടുത്തിട്ടുള്ള ചോയ്സ് അല്ല. നമ്മുടെ ചോയ്സ് കൊണ്ടല്ല നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത്. അപ്പോൾ നമ്മൾ എടുക്കാത്തൊരു ചോയ്സിൽ ഒരു 15-20 വയസ്സ് വരെ നമ്മളെ അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ പാകപ്പെടുത്തുവാണ് അല്ലേ. വലുതാവുമ്പോൾ നമ്മൾ എന്താവണം, ആരെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഡ്രസ്സ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ആ വഴിയെ നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നതിനെ സ്നേഹം ഒരിക്കലും നിർവചിക്കാൻ പറ്റില്ല. എല്ലാ മനുഷ്യർക്കും ലൈഫിൽ അവരുടേതായിട്ടുള്ള ചോയ്സ് എടുക്കാനുള്ള സ്പേസ് വേണം, അത് കൊടുക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ ശരിക്കും ഒരു കുട്ടികളെ ഉണ്ടാക്കുന്നത്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് 2 മക്കളുണ്ട്, പ്രായമായാലും എന്നെ നോക്കാൻ ആളുണ്ടല്ലോ എന്ന്. പ്രായമായ നോക്കാൻ ആളെ വേണ്ടിയിട്ടാണോ നിങ്ങൾ കുട്ടികളെ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, എൻ്റെ കൂടെ വളർന്നിട്ടുള്ള ആളാണ് എൻ്റെ അമ്മ എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ഞാനൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സ്കേർട്ട് ഇടുന്ന നോക്കി അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, സ്ലീവ്ലെസ് ഇടുന്നത്, സ്കേർട്ട് ഇടുന്നത്. ഇനിയിപ്പോൾ അമ്മ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞ് അതുമായിട്ട് പൊരുത്തപ്പെടാനുള്ളൊരു മാറ്റം അവരിൽ സംഭവിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഞങ്ങളുടെ കസിൻസ് എല്ലാം പറയും, നമ്മളിപ്പം ജീവിക്കുന്ന ജീവിതത്തിനേക്കാളും ചില്ല് ലൈഫാണ് നമ്മുടെ പാരൻസ് ജീവിക്കുന്നതെന്ന്. കുടുംബശ്രീയുടെ ടൂർ ഉണ്ടാവും, അതേപോലെ നാട്ടിലെ ക്ലബ്ബുകളുടെ ട്രിപ്പിന് പോവും, നാട്ടുകളുടെ ക്ലബ്ബുകളുടെ കലാപരിപാടി ഉണ്ടാവും, അമ്പലത്തിൽ നവരാത്രി നോക്കുന്നവർ DJ പാട്ട് വരെ വെച്ചിട്ട് ഡാൻസ് ചെയ്യുന്ന അമ്മമാരുണ്ട് ഇപ്പം. അപ്പോൾ അവരുടെ ചോയ്സസ് മാറുന്നുണ്ട്. അവരും ഇപ്പോൾ കുറച്ചുകൂടി ലോകം കാണാൻ, നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചത് മതി, ഞങ്ങൾക്ക് കൂടെ കുറച്ച് ജീവിക്കണം, ഞങ്ങളുടെ ഹാപ്പിനെസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്രയോറിറ്റൈസ് ചെയ്യണം. അപ്പം എൻ്റെ അമ്മയൊക്കെ ആദ്യം ഇത് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ഇത് ഭയങ്കര ഗിൽട്ടായിരുന്നു. ഇപ്പം എനിക്ക് വേണ്ടിയിട്ട് രാവിലെ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ടേബിളിൽ ഉണ്ടാക്കി വെക്കാതെ പോയി കഴിഞ്ഞാൽ അതൊരു കുറ്റമാണ്, അത് തെറ്റാണ്, അവിടെ ഞാനെന്ന അമ്മ പരാജയപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഫേസ് എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അമ്മ അതിന് ബോധർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കാലും കൈയുണ്ട്, വേണമെങ്കിൽ എടുത്ത് ഉണ്ടാക്കി കഴിക്കി എന്ന് പറയുന്നിടത്തൊരു കാര്യമുണ്ട്. നമ്മളെല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് മറ്റുള്ളവരെ കംഫർട്ടാക്കി ജീവിപ്പിക്കേണ്ട ഒരു ആവശ്യവും ഒരാൾക്കും ഇല്ല. നമുക്ക് പ്രയോറിറ്റികൾ വേണം. നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് കൂടെ നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച് മരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അവാർഡും എവിടെയും തരാൻ പോണില്ല. ഇപ്പം നല്ല അമ്മയാവണം, നല്ല ഭാര്യ ആവണം, നല്ല ഭർത്താവണം, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളെ കൊണ്ടാവുന്ന പോലെ ഒരു അമ്മയാവുക, നിങ്ങളെ കൊണ്ടാവുന്ന പോലെ ഒരു ഭാര്യയാവുക, ഒരു ഭർത്താവുക, അത്രയേ ഉള്ളൂ. എല്ലാത്തിനും പെർഫെക്റ്റ് ആയിരിക്കണം, നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിക്കണം എന്നൊക്കെയുള്ള കുറേ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒന്നും ഉണ്ടാവാൻ പോണില്ല. നിങ്ങൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ശരി ഇതാന്ന് പറഞ്ഞിട്ട് ഒരു ചെക്ക് എഴുതി തരാൻ ഒരു നാട്ടുകാരും വരത്തില്ല. നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാത്രം ജീവിതമാണ്. അപ്പം എൻ്റെ പാരൻസിൻ്റെ അടുത്തൊക്കെ ഞാനിപ്പം നമ്മളിങ്ങനെ പറഞ്ഞ് അവസാനം അവർ മാറി വരുന്ന ഒരു ഫേസ് ഉണ്ട്. അവർക്കിപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടി ജീവിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, കണ്ടെത്തുന്നുണ്ട്, അതിലൂടെ അവർക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലം അവർ പഠിച്ചു വെച്ച കണ്ടീഷണലായിട്ട് പോയുള്ള കുറേ കാര്യങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് സ്വിച്ച് ചെയ്ത് മാറാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ ഞാൻ ഒരു കൊറോണ സമയത്ത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് വെയിറ്റ് വെച്ചായിരുന്നു. അപ്പം എനിക്ക് ജിമ്മിൽ പോകണം എന്നൊരാഗ്രഹം. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ ജിമ്മിൽ പോവാം. അപ്പം തന്നെ വേണ്ടാന്ന് പറഞ്ഞു. കാര്യം എന്താ, ജിമ്മിലൊന്നും പെൺകുട്ടികൾ പോകുന്നതല്ല, ഈ നാട്ടിലെ പെൺകുട്ടിക്കൊന്നും പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ റദ്ദ് ചെയ്യപ്പെട്ടു. അപ്പം എനിക്കാണെങ്കിൽ ഇത് പോകണം. വീട്ടിലൊരു വഴക്കുണ്ടാക്കിയത് പോയി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് തന്നെ വരണമല്ലോ. അപ്പം അതിൽ കുറേ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള 2 ആൺപിള്ളേരുണ്ട്, ഇവർ ഞാൻ ഐസായിട്ട് ചാക്കിട്ടിട്ട് പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ജിമ്മിൽ പോവാം, നിങ്ങൾക്ക് ഇനിയിപ്പോൾ കോളേജിലൊക്കെ പോകാനുള്ളതല്ലേ, പെൺപിള്ളേരൊക്കെ ഉണ്ടാകും, കുറച്ചൊരു മസിലൊക്കെ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞ് ഇവന്മാരെയും കൂടി ഞാൻ ജിമ്മിൽ പോവാണ്. അപ്പം അമ്മയ്ക്ക് പ്രശ്നമില്ല, കാരണം എന്താ, നോക്കാൻ 2 ആണുങ്ങളുണ്ടല്ലോ എന്നുള്ളൊരു തോട്ടിലാണ് അവർ വിടുന്നത്.
അങ്ങനെ ഞാൻ ജിമ്മിൽ പോയി ഒരു 6-7 മാസം ആകുമ്പോഴത്തേക്ക് എൻ്റെ അതിനുള്ള കമ്പൊക്കെ വിട്ടു ഞാനിങ്ങ് പോന്നു. ഞാൻ അന്ന് എൻ്റെ ആവശ്യത്തിന് വേണ്ടി വലിച്ചു പോയി അവരിന്ന് മസിൽ ബിൽഡ് ചെയ്ത് ബോഡി ബിൽഡറായിട്ട് നടക്കുന്നുണ്ട്, അത് വേറൊരു കാര്യം. പക്ഷേ ഇന്ന് ഞാൻ ജിമ്മിൽ നിന്ന് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ 10 മണി 11:30 അതിൽ അമ്മയ്ക്ക് പരാതികളില്ല. കാരണം അവർ ആ ഒരു സിസ്റ്റമായിട്ട് യൂസ്ഡ് ആവുകയാണ്. നമ്മൾ ആദ്യം ഒരു ദിവസം ലേറ്റ് ആയിട്ട് വരുമ്പോൾ ചെറിയ വഴക്കുകൾ ഉണ്ടാവും. പക്ഷെ മെല്ലെ മെല്ലെ ഇതാണ് ജീവിതം, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മളത് ശീലങ്ങളാക്കി മാറ്റുന്ന സമയത്ത് അതിലൊരു ചേഞ്ച് ഉണ്ടാവും എന്നാണ് പറയുന്നത്. വളരെ അഭിമാനത്തോടെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ എന്നും പണ്ടത്തെ പോലെയാണ്, എനിക്കൊരു മാറ്റവും ഇല്ലാന്ന്. ശരിക്കും അതൊരു നല്ല കാര്യമൊന്നും അല്ല. നിങ്ങൾ മാറാതെ പണ്ടത്തെ പോലെയുള്ള നിങ്ങളുടെ ശീലങ്ങളും കാര്യങ്ങളൊക്കെ പിടിച്ചു നിന്നുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല. കാലം മാറുന്നതിനനുസരിച്ച് പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം മാറ്റാനും തിരുത്താനും എല്ലാ മനുഷ്യരും തയ്യാറാവണം. അപ്പോൾ മാറുന്നില്ല എന്നുള്ളത് പറയുന്നത് ഒരു ക്രെഡിറ്റ് അല്ല. മാറ്റം എല്ലാ മനുഷ്യർക്കും വേണം. നല്ലത് എടുക്കണം, കെട്ടത് തള്ളിക്കളയണം. അതേപോലെ മറ്റുള്ളവർക്ക് വേണ്ടി സ്പേസ് കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് കണ്ടെത്താനും നിങ്ങൾ ശ്രമിക്കണം. താങ്ക് യു. ഹലോ, എൻ്റെ പേര് ഷെരീഫ്. ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ മൊബൈൽസൊക്കെ ഡിസ്കഷൻ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ എല്ലാ ആർട്ടിക്കിളും ഓൺലൈനിൽ അവൈലബിൾ ആണ് അല്ലേ? ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു നോവൽ ഓൺലൈനിൽ വായിക്കുമ്പോൾ അപ്പോഴേക്കും ഒരു മെസ്സേജ് വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നത്, അത് നമ്മൾ മിനിമൈസ് ചെയ്തെങ്ങാണ്ട് ആ ഫീൽ നമുക്ക് നഷ്ടപ്പെടുകയാണ്. പക്ഷെ പ്രിന്റഡ് ബുക്ക് വായിക്കുന്ന അത്ര ആ ഫീല് നമുക്ക് എപ്പോഴും ഓൺലൈനിൽ വായിക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ മാഡത്തിന് ഇതിലൊരു കമ്പാരിസൺ എന്താ, അതിൻ്റെ ഒപ്പീനിയൻ എന്താണ്? അതായത് ഇപ്പോൾ ഓൺലൈൻ വായിക്കണ അതോ അല്ലെങ്കിൽ ഈ ബുക്സ് വായിക്കുന്ന ഒരു കമ്പാരിസൺ എന്താണ് അഭിപ്രായം? എനിക്ക് തോന്നുന്നു അത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കി വെച്ച കുറേ കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് മാറാൻ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിപ്പം എൻ്റെ കയ്യിൽ കിൻഡിലുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു ബുക്ക് കയ്യിലെടുത്ത് അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് നോക്കി അതുമെല്ലാം മറച്ചിട്ട് അതിൻ്റെ ബ്ലർബൊക്കെ വായിച്ചിട്ട് അത് വായിക്കുന്നതാണ്. പക്ഷേ എല്ലാ മനുഷ്യർക്കും അത് ചെയ്യാന്നുള്ളത് പോസിബിൾ ആവണമെന്നില്ല. ട്രാവൽ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ തിരക്കുള്ള ലൈഫിൽ ജീവിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ചെറിയ സമയത്തിൽ വായിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ വായന ഏത് രീതിയിലാണെങ്കിലും വായന നടക്കുന്നുണ്ടെങ്കിൽ അത് മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ കംഫർട്ടബിലിറ്റി പോലെ ഇരിക്കും. അപ്പോൾ എനിക്കിതാണ് താല്പര്യം എന്ന് വെച്ചിട്ട് വേറൊരാൾക്ക് അത് അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ എങ്ങനെ വായിച്ചാലും വിഷയമില്ല, നിങ്ങൾ എന്ത് വായിച്ചാലും വിഷയമില്ല. വായന നടക്കുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട്. അത്രേ ഉള്ളൂ. താങ്ക് യു. EDU എഡ്യൂക്കേഷൻ മാളിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ലിറ്റററി ഡിസ്കഷൻസ് ആൻഡ് ഇൻട്രാക്ഷൻസിൻ്റെ ഡേ 2 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനാണ് ഇപ്പോൾ ഇവിടെ അവസാനിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും മഞ്ചേരിയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലപ്പുറത്ത് പുതിയൊരു സംസ്കാരം രൂപപ്പെടുത്താൻ EDU ശ്രമിക്കുകയാണ്. വായനയും സംസ്കാരവും ബുക്സുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരേണ്ട അതിഥികളാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് EDUവിൻ്റെ ഉത്ഭവം. തീർച്ചയായിട്ടും നമുക്കിവിടെ ഈ സെഷന് എത്തിയിട്ടുള്ള നിമ്ന വിജയ്, പുസ്തകത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, വളരെ സന്തോഷം നൽകുന്നുണ്ട് അവരുടെ പ്രസൻസ്. അതോടൊപ്പം തന്നെ ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു വ്യക്തി ഇവിടെ ഇന്ന് മോഡറേറ്റ് ചെയ്തിട്ടുള്ള സുകുമാരൻ സാറാണ്. സുകുമാരൻ സാറെ നിങ്ങൾക്ക് പലർക്കും അറിയുമെങ്കിലും ഒന്നുകൂടെ പരിചയപ്പെടുത്താൻ തീർച്ചയായിട്ടും EDUവിൻ്റെ ഒരു മാനേജ്മെൻറ്റ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ബാധ്യതപ്പെട്ടവനാണ്. സുകുമാരൻ സാർ കഴിഞ്ഞ ഏകദേശം എബൌട്ട് 5 decades 50 വർഷക്കാലം പുസ്തക ലോകത്ത് ഈ ബുക്ക് ഇൻഡസ്ട്രിയിൽ ജീവിക്കുന്ന ഒരു അതുല്യ പ്രതിഭയാണ്. അതിലുപരി EDU എഡ്യൂക്കേഷൻ മാളിലെ EDU ബുക്ക് സ്റ്റോറിൻ്റെ ഈ സംവിധാനത്തിൻ്റെ CMO സുകുമാരൻ സാറാണ്. ആ EDU എഡ്യൂക്കേഷൻ മാളിലെ ഈ ബൃഹത്തായ ദ ലാർജസ്റ്റ് ബുക്ക് സ്റ്റോർ ഇൻ സൗത്ത് ഇന്ത്യ, അതിൻ്റെ അമരക്കാരൻ. തീർച്ചയായിട്ടും ഇങ്ങനെ ബുക്ക് സ്റ്റോർ ഇവിടെ സംവിധാനിക്കാനുള്ള അതിൻ്റെ ഒരു സ്ട്രെങ്ത് നമുക്ക് തന്നത് സുകുമാരൻ സാറാണ്. DC മുതൽ ഈ ആധുനിക ലോകത്തെ പുതിയ എഴുത്തുകാർ വരെ അവരോടൊപ്പം സഞ്ചരിക്കാനുള്ള സാറിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ആ ഒരു കഴിവ് തീർച്ചയായിട്ടും അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല. BEd പഠിക്കുന്ന കാലത്ത് അന്ന് ഒരു അധ്യാപകൻ ഞങ്ങളോട് ചോദ്യം ചോദിച്ചു, ഇന്ന് ചെയ്യുന്ന ഈ കാര്യങ്ങളാണോ ശരി, അതല്ല പഴയ കാലത്ത് ചെയ്യുന്നതാണോ ശരി? എന്നും നമ്മൾ കണ്ടംപററി സിറ്റുവേഷനെ നമ്മൾ പലപ്പോഴും
കൂടുതൽ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിനന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു മറുപടി മാത്രം, അന്ന് അതായിരുന്നു ശരി, ഇന്ന് ഇതാണ് ശരി. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് സുധീർ സാർ ഇവിടെ ഉണ്ട്, അതോടൊപ്പം തന്നെ നിമ്ന വിജയ് നമ്മുടെ ഒരു ചെറിയ ഇൻവിറ്റേഷൻ അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മഞ്ചേരിയുടെ ഈ പുതിയ ലോകത്തേക്ക്, ഈ ചർച്ചയിലേക്ക് വന്നതിന്, അതോടൊപ്പം തന്നെ ഞങ്ങളെ സ്വന്തമായിട്ടുള്ള ഈ സംരംഭത്തിൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ടുള്ള സുകുമാരൻ സാറ്, പിന്നെ ഇവിടെ എത്തിയിട്ടുള്ള അതിഥികൾ, വെൽവിഷേഴ്സ്, നാട്ടുകാർ, എല്ലാവരെയും വളരെ ഹൃദ്യമായി എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് EDUവിൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു.